നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങി കാണും. അപ്പോൾ നമുക്കും പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സുകൾ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പി എസ് സിയുടെ ഇഷ്ടമേഖലകൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചു തീർക്കുന്നു. അതുപോലെ തന്നെ ഈസി മെമ്മറി കോഡുകൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അതുപോലെ തന്നെ 50ഓളം ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്തെന്ന് ചോദിച്ചാൽ പി എസ് സിയുടെ ഇഷ്ടമേഖലകളും അതുപോലെ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മധ്യകാല ഇന്ത്യ ചരിത്രം പാർട്ട് 2 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഖിൽജി വംശം. ഖിൽജി വംശത്തിലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയെ പറ്റി പറയുന്നുണ്ട്, ജലാലുദ്ദീൻ ഖിൽജിയെ പറ്റി പറയുന്നുണ്ട്, സയ്യിദ് വംശത്തിലെ കിസർ ഖാനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്, തുഗ്ലക് രാജവംശത്തിലെ ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ പറ്റി, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പറ്റി, ഫിറോസ് ഷാ തുഗ്ലക്കിനെ പറ്റിയും, ലോധി വംശത്തിലെ ബഹ്ലൂൻ ലോധിയെ പറ്റിയും, സിക്കന്ദർ ലോധിയെ പറ്റിയും, ഇബ്രാഹിം ലോധിയെ പറ്റിയും, ഈ പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുടെ അല്ലെങ്കിൽ സുൽത്താൻമാരുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ കുടുംബവും വളരട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഖിൽജി രാജവംശം അഥവാ ഖിൽജി ഡൈനാസ്റ്റിയെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം ഖിൽജി രാജവംശം. ഖിൽജി രാജവംശത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1290 മുതൽ 1320 വരെയായിരുന്നു. ഖിൽജി രാജവംശത്തിന്റെ കാലഘട്ടം എത്രയാ സുഹൃത്തുക്കളെ? 1290 മുതൽ 1320 വരെയായിരുന്നു. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച രാജവംശം എന്നറിയപ്പെടുന്നത് ഖിൽജി രാജവംശമായിരുന്നു. പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് പഠിക്കുക. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച രാജവംശം എന്നറിയപ്പെടുന്നത് ആരാ? അത് ഖിൽജി രാജവംശമാണ്. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ രാജവംശം ഏതാണ്? ഖിൽജി രാജവംശമാണ്. ഖിൽജി രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാ? ജലാലുദ്ദീൻ ഖിൽജിയാണ്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായ ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സുൽത്താൻ രാജവംശം എന്ന് ചോദിച്ചാൽ അത് ഖിൽജി രാജവംശമാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സുൽത്താൻ രാജവംശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖിൽജി രാജവംശമാണ്. അടിമവംശത്തിന്റെ നിയുക്തമല്ലാത്ത ഭരണം മൂലം പൊറുതിമുട്ടിയ പ്രഭുക്കന്മാരും ഇതര വിഭാഗങ്ങളും ഖിൽജി രാജവംശത്തിനോടൊപ്പം ചേരുകയും അടിമ രാജവംശത്തിനെ വേരോടെ പിഴുതെറിയുകയും ചെയ്തു. അടിമവംശത്തിന്റെ നിയുക്തമല്ലാത്ത ഭരണം മൂലം പൊറുതിമുട്ടിയ പ്രഭുക്കന്മാരും ഇതര വിഭാഗങ്ങളും ഖിൽജി രാജവംശത്തിനോടൊപ്പം ചേരുകയും അടിമ രാജവംശത്തിനെ വേരോടെ പിഴുതെറിയുകയും ചെയ്തു. ഖിൽജി രാജവംശത്തിലെ രാജാക്കന്മാർ വിശ്വാസയോഗ്യമല്ലാത്തവരും ക്രൂരന്മാരുമായിരുന്നു. ഓർത്തു വെച്ചോളണേ, ഖിൽജി രാജവംശത്തിലെ രാജാക്കന്മാരും നമ്മുടെ അടിമ രാജവംശത്തിലെ രാജാക്കന്മാരെ കണക്ക് തന്നെയായിരുന്നു, വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അവരും എന്താണ്? വിശ്വാസയോഗ്യമല്ലാത്തവരും അതുപോലെ ക്രൂരന്മാരുമായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഖിൽജി രാജവംശത്തിന് അടിമ രാജവംശത്തെ തകർക്കുവാൻ കഴിഞ്ഞതിന് കാരണമാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഖിൽജി രാജവംശത്തിന് അടിമ രാജവംശത്തെ തകർക്കുവാൻ കഴിഞ്ഞതിന്റെ കാരണം എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രഭുക്കന്മാരുടെ മേൽ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനായി ഗിയാസുദ്ദീൻ ബാൽബൻ ചാലിസ സംഘത്തെ നശിപ്പിച്ചത് പ്രഭുക്കന്മാർക്കിടയിൽ എതിർപ്പിന് കാരണമായി. ഖിൽജികൾക്ക് ഇത് മികച്ച അവസരമായി വർത്തിച്ചു. അവർ ദില്ലിയിലെ പ്രഭുക്കന്മാർക്കിടയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ഓർത്തോളനെ, പ്രഭുക്കന്മാരുടെ മേൽ അധികാരം ഉറപ്പിക്കുന്നതിനായിട്ട് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ത് ചെയ്തു? ചാലീസ എന്ന് പറയുന്ന സംഘത്തെ നശിപ്പിച്ചു. ഇത് പ്രഭുക്കന്മാർക്കിടയിൽ എതിർപ്പിന് കാരണമായി. ആരോട് എതിർപ്പിന്? ഗിയാസുദ്ദീൻ ബാൽബനോട് എതിർപ്പുണ്ടാകുന്നതിന് കാരണമാവുകയും ഖിൽജികൾ ഇത് മികച്ച അവസരമായി വർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവസരമായി ഉപയോഗിച്ചുകൊണ്ട് അവർ ദില്ലിയിലെ പ്രഭുക്കന്മാർക്കിടയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രഭുക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ സ്വാധീനം മൂലം അടിമവംശ സുൽത്താനായ കൈക്കോബാദ് ജലാലുദ്ദീൻ ഖിൽജിക്ക് അരിസ് ഇ മുമാലിക്കായി നിയമിച്ചു. പഠിച്ചോളണേ,
പ്രഭുക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ സ്വാധീനം മനസ്സിലാക്കിയ അടിമവംശ സുൽത്താനായ കൈക്കോബാദ് എന്ത് ചെയ്തു? നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയെ അരിസ് ഇ മുമാലിക് ആയിട്ട് എന്ത് ചെയ്തു? നിയമിച്ചു. ജലാലുദ്ദീൻ ഖിൽജിക്ക് ലഭിച്ച പദവിയിലൂടെ കൂടുതൽ ശക്തമായി അടിമവംശത്തെ തകർക്കുകയും കൈക്കോബാദിനെ, അതായത് അവസാനത്തെ മാംലൂക്ക് ഭരണാധികാരിയായിട്ടുള്ള കൈക്കോബാദിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ അടിമ രാജവംശം അവസാനിച്ച് ആര് കയറുന്നത്? ഖിൽജി രാജവംശം കയറുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പ്രഭുക്കന്മാരുടെ മേൽ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനായിട്ട് ഗിയാസുദ്ദീൻ ബാൽബൻ ചാലിസ സംഘത്തെ നശിപ്പിച്ചത് പ്രഭുക്കന്മാർക്കിടയിൽ എതിർപ്പിന് കാരണമായി. ഖിൽജികൾക്ക് ഇത് മികച്ച അവസരമായി വർത്തിക്കുകയും അവർ ദില്ലിയിലെ പ്രഭുക്കന്മാർക്കിടയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രഭുക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയുടെ സ്വാധീനം മനസ്സിലാക്കിയ അടിമവംശ സുൽത്താനായിട്ടുള്ള കൈക്കോബാദ് എന്ത് ചെയ്തു? ജലാലുദ്ദീൻ ഖിൽജിക്ക് അരിസ് ഇ മുമാലിക് എന്ന് പറയുന്ന പദവി എന്ത് ചെയ്തു? നൽകുകയും ചെയ്തു. ഇങ്ങനെ ഈ പദവി ലഭിച്ച ജലാലുദ്ദീൻ ഖിൽജി എന്താ ചെയ്തത്? കൂടുതൽ ശക്തമായിട്ട് അടിമവംശത്തെ തകർക്കുകയും കൈക്കോബാദിനെ, അതായത് നമ്മുടെ അവസാനത്തെ മാംലൂക്ക് രാജവംശ ഭരണാധികാരി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും അവസാനത്തെ അടിമവംശ ഭരണാധികാരിയായിട്ടുള്ള കൈക്കോബാദിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് അടിമവംശം നശിക്കുകയും ഖിൽജി രാജവംശം അവിടെ മുതൽ ആരംഭിക്കുകയും ചെയ്തത്. പഠിക്കുക. ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് ജലാലുദ്ദീൻ ഖിൽജിയെ പറ്റിയിട്ടാണ്. ജലാലുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം എത്രയായിരുന്നു? 1290 മുതൽ 1296 വരെ. ജലാലുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം എത്രയാ? 1290 മുതൽ AD 1296 വരെയായിരുന്നു. തന്റെ 72-ാം വയസ്സിൽ അടിമവംശത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഖിൽജി രാജവംശം സ്ഥാപിച്ച സുൽത്താനായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. തന്റെ 72-ാം വയസ്സിൽ അടിമവംശത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഖിൽജി രാജവംശത്തെ സ്ഥാപിച്ച സുൽത്താനായിരുന്നു ആര്? ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. മാലിക് ഫിറോസ് എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ജലാലുദ്ദീൻ ഖിൽജി. പഠിച്ചോളനെ, മാലിക് ഫിറോസ് എന്ന പേരിൽ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു? അത് ജലാലുദ്ദീൻ ഖിൽജി ആയിരുന്നു. ജലാലുദ്ദീൻ ഖിൽജി രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസിയായിരുന്നു സിദ്ദി മൗല. പണ്ട് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിച്ചോളനെ, ജലാലുദ്ദീൻ ഖിൽജി രാജ്യദ്രോഹ കുറ്റം ചുമത്തി വധിച്ച സന്യാസിയുടെ പേരെന്തായിരുന്നു? സിദ്ദി മൗല എന്നായിരുന്നു. ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളായതിനാൽ ഇന്ത്യ ഒരു യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. പഠിച്ചോളനെ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളായതിനാൽ ഇന്ത്യ ഒരു യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ച ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഈ പോയിന്റ് പഠിച്ചു വെക്കുക. സഹിഷ്ണുതാ നയത്തിലൂടെ പ്രഭുക്കന്മാരുടെ സൽസ്വഭാവം നേടിയെടുക്കാൻ കഴിഞ്ഞു ജലാലുദ്ദീൻ ഖിൽജിക്ക്. സഹിഷ്ണുതാ നയത്തിലൂടെ പ്രഭുക്കന്മാരുടെ സൽസ്വഭാവം നേടിയെടുക്കാൻ കഴിഞ്ഞു ആർക്ക്? ജലാലുദ്ദീൻ ഖിൽജിക്ക്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ജലാലുദ്ദീൻ ഖിൽജി തന്റെ ഭരണത്തിൽ അടിമവംശത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രഭുക്കന്മാരെ നിലനിർത്തിയെങ്കിലും ഉയർന്ന ഓഫീസുകളിലേക്കുള്ള അടിമകളുടെ കുത്തക അവകാശം അവസാനിപ്പിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ജലാലുദ്ദീൻ ഖിൽജി തന്റെ ഭരണത്തിൽ അടിമവംശത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രഭുക്കന്മാരെ നിലനിർത്തുകയും എന്നാൽ ഉയർന്ന ഓഫീസുകളിലേക്കുള്ള അടിമകളുടെ കുത്തക അവകാശം അവസാനിപ്പിക്കുകയും ചെയ്തു. താൻ മുജാഹിദ് ഫി സാബില്ല അഥവാ ദൈവത്തിന്റെ പാതയിലെ പോരാളി എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. പഠിച്ചോളനെ, താൻ മുജാഹിദ് ഫി സബില്ല അഥവാ ദൈവത്തിന്റെ പാതയിലെ പോരാളി എന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ജലാലുദ്ദീൻ ഖിൽജിയാണ്. ജലാലുദ്ദീൻ ഖിൽജി തന്റെ തലസ്ഥാനം കിലോഗ്രാഫിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ജലാലുദ്ദീൻ ഖിൽജി തന്റെ തലസ്ഥാനം എങ്ങോട്ടാ മാറ്റിയത്? കിലോഗ്രാഫിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം 6 വർഷത്തോളം ഭരിച്ചു. മംഗോളിയയിൽ നിന്നും നിരവധി ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ധീരമായ മുന്നണി സമർത്ഥമായ ചർച്ചകളും മംഗോളിയയുടെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. മംഗോളിയരുടെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, ഒരു കൺഫ്യൂഷൻ വേണ്ട സുഹൃത്തുക്കളെ. ജലാലുദ്ദീൻ ഖിൽജി തന്റെ തലസ്ഥാനം എങ്ങോട്ടാ മാറ്റിയത്? കിലോഗ്രാഫിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. അവിടെ അദ്ദേഹം 6 വർഷത്തോളം ഭരിച്ചു. മംഗോളിയയിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ധീരമായ മുന്നണിയും സമർത്ഥമായ ചർച്ചകളും മംഗോളിയരുടെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പൊ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ജലാലുദ്ദീൻ ഖിൽജി തനിക്കെതിരെ കലാപം നടത്തിയവരെ പോലും ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കുകയും അവരുടെ പിന്തുണ നേടുന്നതിന് അവർക്ക്
പ്രതിഫലം നൽകുകയും ചെയ്തു. ശ്രദ്ധിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ജലാലുദ്ദീൻ ഖിൽജി തനിക്കെതിരെ കലാപം നടത്തിയവരെ പോലും ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കുകയും അവരുടെ പിന്തുണ നേടുന്നതിന് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം ജനങ്ങൾ ജലാലുദ്ദീൻ ഖിൽജിയെ ദുർബലനായ ഒരു സുൽത്താനായി കണക്കാക്കി. ഇത് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി. മനസ്സിലായോ? അതായത് ഈ ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന സുൽത്താൻ പുള്ളിക്കാരനെതിരെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ ശിക്ഷിക്കുകയൊന്നുമില്ല, പകരം കൊണ്ടുവന്ന് സംസാരിച്ച് അനുനയിപ്പിച്ചു വിടും, അവർക്ക് പ്രതിഫലവും കൂടെ കൊടുത്തുവിടും. ഇത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് തോന്നി എന്താണ്, ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ദുർബലനായ ഒരു സുൽത്താനാണ്. അതുകൊണ്ട് സുൽത്താനെതിരെ എന്ത് ചെയ്തു, കലാപങ്ങൾ രാജ്യത്ത് മുഴുവനും ഉണ്ടാകാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിൽ ജലാലുദ്ദീൻ ഖിൽജിയുടെ മരുമകനായിരുന്ന അലാവുദ്ദീൻ ഖിൽജി ദേവഗിരി ആക്രമിക്കുകയും ജലാലുദ്ദീൻ ഖിൽജിയുടെ സ്വത്തുവകകൾ കൈക്കലാക്കുകയും ജലാലുദ്ദീൻ ഖിൽജിയെ വധിക്കുകയും ചെയ്തു. അങ്ങനെ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു, ജലാലുദ്ദീൻ ഖിൽജിനെ വധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ അമരുകയും ചെയ്തു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നവർ കൂടി എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഭാഗത്താക്കാനായിട്ട് അനുനയനത്തിലൂടെ സംസാരിക്കുകയും ചെയ്യും, അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വിചാരിച്ച് ഇയാളെന്ന് പറയുന്ന വളരെ ദുർബലനായിട്ടൊരു സുൽത്താനാണ്, അതുകൊണ്ട് ഇയാൾക്കെതിരെ കലാപങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് പൊട്ടിപ്പുറപ്പെട്ടു. ഈ സമയത്ത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയുടെ മരുമകനാണ്. ഇയാൾ എന്ത് ചെയ്തു, ദേവഗിരി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയുടെ പ്രദേശങ്ങൾ എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. അതിനോടൊപ്പം തന്നെ ജലാലുദ്ദീൻ ഖിൽജിയുടെ എന്ത് ചെയ്തു, സ്വത്തുവകൾ മൊത്തം പുള്ളിക്കാരൻ കൈക്കലാക്കുകയും ജലാലുദ്ദീൻ ഖിൽജിയെ വധിക്കുകയും എന്നിട്ട് സിംഹാസനത്തിൽ അമരുകയും ചെയ്തു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ് എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് പഠിക്കുക. അപ്പോ ജലാലുദ്ദീൻ ഖിൽജി മരിച്ചു. അതോടുകൂടി ആര് കയറിയെന്ന് നമ്മൾ പറഞ്ഞു, അലാവുദ്ദീൻ ഖിൽജി സുൽത്താൻ രാജവംശത്തിൽ കയറി. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് AD 1296 മുതൽ 1316 വരെയാണ്. ഇത് പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്, പഠിച്ചോളണേ. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടം എത്രയാ സുഹൃത്തുക്കളെ, 1296 മുതൽ 1316 വരെയായിരുന്നു. ഖിൽജി രാജവംശത്തിലെ പ്രമുഖനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പഠിച്ചോളനെ, ഖിൽജി രാജവംശത്തിലെ പ്രമുഖനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ, അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമം അലി ഗർഷർപ്പ് എന്നാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ നാമം എന്താണ്, അലി ഗർഷർപ്പ് എന്നാണ്. സിക്കന്ദർ ഐ സൈനി അഥവാ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും നാണയത്തിൽ മുദ്ര കുത്തുകയും ചെയ്ത ഖിൽജി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. സിക്കന്ദർ ഐ സൈനി അഥവാ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ഇതെന്ത് ചെയ്തു, നാണയങ്ങൾ മുദ്ര കുത്തുകയും ചെയ്ത ഖിൽജി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഒരുപാട് തവണ PC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സിക്കന്ദർ ഐ സൈനി അഥവാ രണ്ടാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും നാണയത്തിൽ മുദ്ര കുത്തുകയും ചെയ്ത ഖിൽജി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തുകയും രാജ്യത്വത്തിന് ബന്ധുത്വം അറിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഡൽഹിയിലെ ആദ്യത്തെ തുർക്കി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പഠിച്ചോളണേ, രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തുകയും രാജ്യത്വത്തിന് ബന്ധുത്വം അറിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഡൽഹിയിലെ ആദ്യത്തെ തുർക്കി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. പുള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, സ്വന്തം അമ്മാവനെ തട്ടിയിട്ടാണ് പുള്ളി എന്ത് ചെയ്തത്, നമ്മുടെ സുൽത്താൻ രാജവംശം കൈയടക്കിയത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ഡയലോഗും കടിച്ചു, എന്തെന്ന്, രാജ്യത്വത്തിന് ബന്ധുത്വം അറിയില്ല എന്നങ്ങ് പറഞ്ഞു. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരു പുതിയ മതം അവതരിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ വിശ്വസ്ത സുഹൃത്ത് അല്ലാ ഉൽ മുൽക്കിന്റെ ഉപദേശപ്രകാരം ആ ആശയം ഉപേക്ഷിക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജിക്ക് ഒരു പുതിയ മതം അവതരിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും തന്റെ വിശ്വസ്ത സുഹൃത്തായിട്ടുള്ള അല്ലാ ഉൽ മുൽക്കിന്റെ ഉപദേശപ്രകാരം ആ ആശയം ഉപേക്ഷിക്കുകയും ചെയ്തു. പഠിക്കുക. 1303 അലാവുദ്ദീൻ ഖിൽജി വാറങ്കൽ കീഴടക്കാൻ ശ്രമിച്ചുവെങ്കിലും കാക്കത്തിയ രാജവംശത്തിലെ സൈന്യം അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. 1303 അലാവുദ്ദീൻ ഖിൽജി വാറങ്കൽ കീഴടക്കാൻ ശ്രമിച്ചുവെങ്കിലും കാക്കത്തിയ രാജവംശത്തിന്റെ സൈന്യം എന്ത് ചെയ്തു, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപൻ അറിയപ്പെടുന്ന പേരാണ് മാലിക് കഫൂർ എന്ന്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സർവ്വ സൈന്യാധിപൻ അറിയപ്പെട്ട പേരെന്താ, മാലിക് കഫൂർ എന്നാണ്.
മാലിക് കഫൂർ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ തെക്കേ ഇന്ത്യൻ പ്രദേശമാണ് ദേവഗിരി. പഠിച്ചോളണേ, മാലിക് കഫൂർ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയ ആദ്യത്തെ തെക്കേ ഇന്ത്യൻ പ്രദേശം ഏതാ? ദേവഗിരിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണ സമയത്ത് ദേവഗിരിയുടെ ഭരണാധികാരിയായിരുന്നു രാമചന്ദ്രദേവ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആക്രമണ സമയത്ത് ദേവഗിരിയുടെ ഭരണാധികാരി ആരായിരുന്നു? രാമചന്ദ്രദേവ് ആയിരുന്നു. മാലിക് കഫൂർ ദേവഗിരി കൊള്ളയടിക്കുകയും രാമചന്ദ്രദേവനെ ബന്ധുക്കൾ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി രാമചന്ദ്രദേവനോട് നന്നായി പെരുമാറുകയും അദ്ദേഹത്തിന് രായൻ എന്ന പദവി നൽകുകയും ചെയ്തു. എന്താണ്? രായൻ എന്ന പദവി നൽകുകയും ചെയ്തു. ഒന്നുകൂടി ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, മാലിക് കഫൂർ ദേവഗിരി കൊള്ളയടിക്കുകയും രാമചന്ദ്രദേവനെ ബന്ധുക്കൾ ഉൾപ്പെടെ എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തത്? രാമചന്ദ്രദേവനോട് നന്നായി പെരുമാറുകയും അദ്ദേഹത്തിന് രായൻ എന്നൊരു പദവി നൽകിയിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച ആദ്യത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. മദ്യത്തിന്റെ ഉപയോഗം നിരോധിച്ച ആദ്യത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത ഗുജറാത്തിലെ തുറമുഖമാണ് കാംപെ എന്നറിയപ്പെടുന്നത്. പഠിച്ചോളണേ, അലാവുദ്ദീൻ ഖിൽജി ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത ഗുജറാത്ത് തുറമുഖത്തിന്റെ പേരെന്താ? കാംപെ എന്നാണ്. അലാവുദ്ദീൻ ഖിൽജി രക്തത്തിന്റെയും ഇരുമ്പിന്റെയും നയം സ്വീകരിക്കുകയും തന്റെ ഭരണകാലത്ത് നിരവധി പുതിയ പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. മാൽവ, ദേവഗിരി, വാറങ്കൽ, ചിത്തോർ, രത്തംഫോർ, മധുര, ഗുജറാത്ത് എന്നിവ അദ്ദേഹം കീഴടക്കി. ഇമ്പോർട്ടന്റ് ആണ്. അലാവുദ്ദീൻ ഖിൽജി രക്തത്തിന്റെയും ഇരുമ്പിന്റെയും നയം സ്വീകരിക്കുകയും തന്റെ ഭരണകാലത്ത് നിരവധി പുതിയ പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. ഏതൊക്കെയായിരുന്നു ആ പ്രദേശങ്ങള്? മാൽവ, ദേവഗിരി, വാറങ്കൽ, ചിത്തോർ, രന്തംഫോർ, മധുര, ഗുജറാത്ത് എന്നിവയായിരുന്നു ആ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. AD 1302 AD 1303 ഇടയിൽ അലാവുദ്ദീൻ ഖിൽജി വാറങ്കൽ, ചിത്തോർ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ആയി ഒരു തവണ ചോദിച്ചും കണ്ടിരുന്നു. AD 1302 AD 1303 ഇടയിലാണ് അലാവുദ്ദീൻ ഖിൽജി വാറങ്കൽ, ചിത്തോർ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തത്. ഇതുകൂടെ ഒന്ന് പഠിക്കുക. അലാവുദ്ദീൻ ഖിൽജി ദക്ഷിണേന്ത്യയിലെ മധുരയിലെയും രാമേശ്വരത്തിലെയും സമ്പത്ത് കൊള്ളയടിക്കുകയും നർമ്മദ നദിയുടെ തെക്കുവരെ തന്റെ രാജ്യം വ്യാപിപ്പിച്ച ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഭരണാധികാരിയായി തീരുകയും ചെയ്തു. പഠിച്ചോളണേ, അലാവുദ്ദീൻ ഖിൽജി ദക്ഷിണേന്ത്യയിലെ മധുര, രാമേശ്വരം എന്നീ ക്ഷേത്രങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങൾ കൊള്ളയടിക്കുകയും നർമ്മദ നദിയുടെ തെക്കുവരെയുള്ള തന്റെ രാജ്യം വ്യാപിപ്പിച്ച ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഭരണാധികാരിയായി തീരുകയും ചെയ്തു. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? ദക്ഷിണേന്ത്യയിലേക്ക് എത്തുകയും മധുര, രാമേശ്വരം അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുകയും നർമ്മദ നദിയുടെ തെക്കുവരെയുള്ള തന്റെ രാജ്യം വ്യാപിപ്പിച്ച ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഭരണാധികാരിയായി തീരുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിൽ ചരിത്രത്തിൽ ആദ്യമായി വിവാഹം കഴിച്ചത് അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിന്റെ വിധവയായ കമലാദേവിയും തമ്മിലായിരുന്നു. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ഭരണാധികാരിയും ഹിന്ദു രാജകുമാരിയും തമ്മിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് അലാവുദ്ദീൻ ഖിൽജിയും ഗുജറാത്തിലെ രാജാവിന്റെ വിധവയായിട്ടുള്ള കമലാദേവിയും തമ്മിലായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു അദ്ദേഹം ഗുജറാത്ത് ആക്രമിച്ചുവെന്ന്. ഗുജറാത്ത് ആക്രമിച്ച് അവിടുത്തെ രാജാവിനെ അദ്ദേഹം കീഴ്പ്പെടുത്തി വധിച്ചു. അതിനുശേഷം അവരുടെ വിധവയായിട്ടുള്ള ഭാര്യയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവരുടെ പേരെന്താ? കമലാദേവി എന്ന്. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു. നമുക്ക് എല്ലാവർക്കും അറിയാം അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു ആര്? അമീർ ഖുസ്രു എന്നുള്ളത്. അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഹസൻ എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചോളനെ. അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ നാമം എന്താ? അബ്ദുൽ ഹസൻ എന്നാണ്. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രു ആണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന വ്യക്തിത്വം അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആരാണ്? അമീർ ഖുസ്രു ആണ്. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രു ആണ്. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് ആരാണ്? അമീർ ഖുസ്രു ആണ്. സൂഫി ഭക്തിഗാനമായ ഖവാലിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അമീർ ഖുസ്രു ആണ്. പഠിച്ചോളണേ. സൂഫി ഭക്തിഗാനമായിട്ടുള്ള ഖവാലിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അമീർ ഖുസ്രു ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്.
അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയായിരുന്നു അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിന്റെ യഥാർത്ഥ നാമം അബ്ദുൽ ഹസൻ എന്നായിരുന്നു. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അമീർ ഖുസ്രുവാണ്. ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടുന്ന വ്യക്തിത്വം അമീർ ഖുസ്രു. സിത്താർ, തബല എന്നിവ കണ്ടുപിടിച്ചത് അമീർ ഖുസ്രുവാണ്. സൂഫി ഭക്തിഗാനമായിട്ടുള്ള ഖവാലിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അമീർ ഖുസ്രുവാണ്. പഠിക്കുക. അമീർ ഖുസ്രുവിന്റെ പ്രധാന കൃതികളാണ് ലൈല മജ്നു, അയൻ ഇ സിക്കന്ദരി, തുഗ്ലക് നാമ. ഇതിൽ തുഗ്ലക് നാമയും ലൈല മജ്നുവും പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചതാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അമീർ ഖുസ്രുവിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ലൈല മജ്നു, അയൻ ഇ സിക്കന്ദരി, അതുപോലെ തുഗ്ലക് നാമ. ഇതിനകത്ത് ലൈല മജ്നുവും അതുപോലെ തുഗ്ലക് നാമയും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെട്ടിരുന്ന ഭാഷ ഉറുദു ഭാഷ. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ക്യാമ്പ് ലാംഗ്വേജ് എന്നറിയപ്പെട്ടിരുന്ന ഭാഷ എന്താണ്? ഉറുദു ഭാഷയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അക്കാലത്ത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ പട്ടാളക്കാർക്കിടയിൽ അവര് സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷ എന്ന് ചോദിച്ചാൽ അത് ഉറുദു ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? ഉറുദു ഭാഷയായത്. അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിന്റെ സൈനിക തലവനാരെന്ന് ചോദിച്ചാൽ മാലിക് കഫൂർ ആണ്. പണി കിട്ടിയത് കണ്ടോ? അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ച അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ ആരായിരുന്നു? മാലിക് കഫൂർ ആയിരുന്നു. എന്തിന് മാലിക് കഫൂർ അലാവുദ്ദീൻ ഖിൽജിയെ വധിച്ചെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയും ഭരണ പരിഷ്കാരങ്ങളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിക്കുന്ന മേഖലയാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഭരണ പരിഷ്കാരങ്ങള്. അപ്പോ നമുക്ക് നോക്കാം അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണ പരിഷ്കാരങ്ങള്. ബാൽബന്റെ ഏകാധിപത്യ ഭരണ നയങ്ങൾ പുനർജീവിപ്പിക്കാൻ അലാവുദ്ദീൻ ഖിൽജി തീരുമാനിച്ചു. ഭരണത്തിന്റെ ആദ്യ വർഷങ്ങൾ അദ്ദേഹം ചില കലാപങ്ങൾ നേരിടുകയും ചെയ്തു. അതായത് ബാൽബന്റെ ഏകാധിപത്യ രീതിയിലുള്ള ഭരണ നയങ്ങൾ പുനർജീവിപ്പിക്കാൻ ആര് തീരുമാനിച്ചു? അലാവുദ്ദീൻ ഖിൽജി തീരുമാനിക്കുകയും ഇതെന്ത് ചെയ്തു? ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തു. ഈ കലാപങ്ങളുടെ പ്രധാന കാരണം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാല് ചാര സംവിധാനത്തിന്റെ കാര്യക്ഷമത ഇല്ലായ്മയായിരുന്നു. വീഞ്ഞിന്റെ ഉപയോഗത്തിന് പൊതുവായ രീതിയിൽ വന്ന മാറ്റം ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. മദ്യം ആദ്യമായിട്ട് നിരോധിച്ചതായിരുന്നു ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഞ്ഞിന്റെ ഉപയോഗത്തിന് പൊതുവായിട്ട് എന്ത് ചെയ്തു? രീതികളിൽ മാറ്റം ഉണ്ടാകുകയും ചെയ്തു. പ്രഭുക്കന്മാർ തമ്മിലുള്ള സാമൂഹ്യ ബന്ധവും അവർ തമ്മിലുള്ള വിവാഹവും വിവാഹങ്ങളും എന്തിന് കാരണമായി? കലാപങ്ങൾ കാരണമായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ പ്രഭു കുടുംബങ്ങൾ വളരുമ്പോഴത്തേക്കും അത് രാജാവിനെതിരായിട്ട് തിരിയുന്നതിന് കാരണമാകും. ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴേക്കും കൂടുതൽ പണമുള്ള പ്രഭുക്കന്മാർ എന്ത് ചെയ്യും? ഈ രാജാവിനെതിരെ കലാപങ്ങൾ എന്ത് ചെയ്യും? തൊടുത്തുവിടും. ഇങ്ങനെയും എന്തുണ്ടായി? അലാവുദ്ദീൻ ഖിൽജിക്കെതിരെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായി. അപ്പോ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ബാൽബന്റെ ഏകാധിപത്യ ഭരണ നയങ്ങൾ പുനർജീവിപ്പിക്കാൻ അലാവുദ്ദീൻ ഖിൽജി തീരുമാനിച്ചു. ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം ചില കലാപങ്ങൾ നേരിടുകയും ചെയ്തു. ഈ കലാപങ്ങൾക്ക് കാരണം ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ചാര സംവിധാനത്തിന്റെ കാര്യക്ഷമതയില്ലായ്മ, വീഞ്ഞിന്റെ ഉപയോഗത്തിന്റെ പൊതുവായ രീതിയിൽ ഉണ്ടായ മാറ്റം, പ്രഭുക്കന്മാർ തമ്മിലുള്ള സാമൂഹ്യ ബന്ധവും അവർ തമ്മിലുള്ള വിവാഹവും, ചില പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായ സമ്പത്തിന്റെ ആധിക്യം. ഇത്രയുമായിരുന്നു അലാവുദ്ദീൻ ഖിൽജിക്കെതിരെ ആദ്യ വർഷങ്ങളില് കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്ത് ഭൂമി വൻതോതിൽ വികസിപ്പിച്ചെടുത്തു. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലഘട്ടത്തില് ഭൂമി വൻതോതിൽ വികസിപ്പിച്ചെടുത്തു. അതായത് കാട് വെട്ടിത്തെളിച്ചു എന്നർത്ഥം കേട്ടോ. അലാവുദ്ദീൻ ഖിൽജി ഭൂവരുമാനം ഉൽപ്പന്നത്തിന്റെ പകുതിയായി നിശ്ചയിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തത്? നമ്മുടെ ഭൂവരുമാനം എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിന്റെ, ആ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ പകുതിയായി നിശ്ചയിച്ചു. അലാവുദ്ദീൻ ഖിൽജി സുൽത്താനേറ്റ് കാലത്ത് പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്നു. അപ്പോ സുൽത്താനേറ്റിലെ പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. അലാവുദ്ദീൻ കാലഘട്ടത്തിൽ സിന്ധു നദി മുതൽ ഡൽഹി വരെ സുൽത്താനേറ്റിന്റെയും മംഗോളിയയുടെയും അതിർത്തിയായി കണക്കാക്കുകയും ചെയ്തു. കൃത്യമായിട്ട് മംഗോളിയയും സുൽത്താനേറ്റും തമ്മിലുള്ള അതിർത്തി നിശ്ചയിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. അതായത് സിന്ധു നദി മുതൽ ഡൽഹി വരെയുള്ള പ്രദേശം സുൽത്താനേറ്റിന്റെയും അതിന് മുൻപുള്ള പ്രദേശം, അതായത് സിന്ധു നദിക്ക് മുൻപുള്ള പ്രദേശങ്ങൾ മംഗോളിയയുടെയും ഭാഗമാണ് എന്ന് കൃത്യമായിട്ട് അതിർത്തി നിശ്ചയിച്ചതായിരുന്നു ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾക്ക് വില നിയന്ത്രണം കൊണ്ടുവന്ന അലാവുദ്ദീൻ ഖിൽജി കുറഞ്ഞ വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. സൈനികരുടെയും പൗരന്മാരുടെയും പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു. ഭക്ഷ്യധാന്യങ്ങൾക്ക് വില നിയന്ത്രണം കൊണ്ടുവന്ന അലാവുദ്ദീൻ ഖിൽജി കുറഞ്ഞ വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് സൈനികരുടെയും പൗരന്മാരുടെയും പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു. മംഗോളിയയുടെ ഭീഷണി തടയുന്നതിന് വേണ്ടി ശക്തമായ ഒരു സൈന്യം രൂപപ്പെടുത്തേണ്ടത് അലാവുദ്ദീൻ ഖിൽജിക്ക് ആവശ്യമായിരുന്നു.
അതിനായി ഭക്ഷ്യധാന്യങ്ങൾക്ക് വില നിയന്ത്രണം കൊണ്ടുവരികയും കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. മംഗോളിയയുടെ ഭീഷണി തടയുന്നതിന് വേണ്ടി ശക്തമായ ഒരു സൈന്യത്തെ രൂപപ്പെടുത്തേണ്ടത് അലാവുദ്ദീൻ ഖിൽജിക്ക് ആവശ്യമായിരുന്നു. അതിനായിട്ട് ഭക്ഷ്യധാന്യങ്ങൾക്ക് വില നിയന്ത്രണം കൊണ്ടുവരികയും കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ആര്? അലാവുദ്ദീൻ ഖിൽജി. അപ്പൊ ഇതുകൂടെ ഒന്ന് ഓർത്തു വെച്ച് പഠിക്കുക. അലാവുദ്ദീൻ ഖിൽജി കരം പിരിക്കുന്നതിനായി പ്രത്യേക റവന്യൂ ഓഫീസറെ നിയമിച്ചു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയായിരുന്നു കരം പിരിക്കല്. അലാവുദ്ദീൻ ഖിൽജി കരം പിരിക്കുന്നതിനായി പ്രത്യേക റവന്യൂ ഓഫീസർമാരെ നിയമിച്ചു. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയായിരുന്നു കരം പിരിക്കൽ. അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങളായിരുന്നു സൊറായ് ഇ ആദിൽ അഥവാ നീതിയുടെ സ്ഥലം എന്നറിയപ്പെട്ടു. പഠിച്ചോളണേ. അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങളുടെ പേരെന്താ? സൊറായ് ഇ ആദിൽ എന്നായിരുന്നു. ഇതിനറിയപ്പെടുന്നത് എന്താണ്? നീതിയുടെ സ്ഥലം എന്നായിരുന്നു. എന്തിന്റെ ആയിരുന്നു? നീതിയുടെ സ്ഥലം എന്നായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി വിവിധ വിപണി പരിഷ്കാരങ്ങൾ ആരംഭിക്കുകയും ഡൽഹിയിൽ ഒന്നിലധികം വിപണികൾ സ്ഥാപിക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി വിവിധ വിപണി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എവിടെ? ഡൽഹിയില്. അതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ തന്നെ ഒരുപാട് വിപണികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ ചന്തകൾ ധാന്യ വിപണി അഥവാ മണ്ഡി എന്നും, തുണി വിപണി അഥവാ സരായി ആദിൽ എന്നും, പഞ്ചസാര മാർക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, വെണ്ണ, കുതിരകൾ, അടിമകൾ, കന്നുകാലികൾ എന്നിവയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു? വിപണികൾ സ്ഥാപിച്ചു. ആര്? അലാവുദ്ദീൻ ഖിൽജി. ഒന്നുമില്ല. അലാവുദ്ദീൻ ഖിൽജി വിവിധ വിപണി പരിഷ്കാരങ്ങൾ ആരംഭിക്കുകയും ഡൽഹിയിൽ ഒന്നിലധികം വിപണികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ഓരോരോ പ്രോഡക്റ്റിന് ഓരോരോ വിപണിയായിട്ട് സ്ഥാപിച്ചു എന്ന് ചുരുക്കം. ഇങ്ങനെ ചന്തകളിൽ ധാന്യം വിൽക്കുന്ന ഒരു വിപണി ഉണ്ടായി. ഇതിനെ മാണ്ടി അല്ലെങ്കിൽ മണ്ഡി എന്ന് വിളിക്കുന്നു. അതുപോലെ തുണി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് സരായി ആദിൽ എന്ന് പറയുന്ന ഒരു ഭാഗം നിർമ്മിച്ചു. അതുപോലെ പഞ്ചസാരയ്ക്ക് വേണ്ടി മാർക്കറ്റ് നിർമ്മിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കാൻ സെപ്പറേറ്റ് മാർക്കറ്റ് നിർമ്മിച്ചു. വെണ്ണകൾ, കുതിരകൾ, അടിമകൾ, കന്നുകാലികൾ, ഇങ്ങനെ വേണ്ട ഏത് പല തരത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള വിപണികൾ ആര് നിർമ്മിച്ചു നൽകി? അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ചു നൽകി. ഓരോ മാർക്കറ്റും ഷഹിന ഇ മാൽഡി, ദിവാനി, റിയാസത്ത് എന്നീ ഒരു ഇന്റലിജന്റ് ഉദ്യോഗസ്ഥരുടെ കീഴിലായിരുന്നു. പഠിച്ചോളനെ. ഓരോ മാർക്കറ്റും ഷഹിന ഇ മാണ്ടി എന്നും ദിവാനി, റിയാസത്ത് എന്ന പേരിലും അറിയപ്പെടുന്ന ഇന്റലിജന്റ് ഉദ്യോഗസ്ഥരുടെ കീഴിലായിരുന്നു. ജാഗിദാരി സമ്പ്രദായം അവസാനിപ്പിച്ച ആദ്യത്തെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പഠിച്ചോളനെ. ജാഗിദാരി സമ്പ്രദായം അവസാനിപ്പിച്ച ആദ്യത്തെ സുൽത്താൻ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ജാഗിദാരി സമ്പ്രദായം അവസാനിപ്പിച്ച ആദ്യ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാ? അലാവുദ്ദീൻ ഖിൽജിയാണ്. മുൻഹിയാൻസ് എന്ന രഹസ്യചാരന്മാരിൽ നിന്നും അലാവുദ്ദീൻ ഖിൽജിക്ക് മാർക്കറ്റ് റിപ്പോർട്ടുകൾ ലഭിക്കുമായിരുന്നു. മുൻഹിയാസ് എന്നറിയപ്പെടുന്ന രഹസ്യചാരന്മാരിൽ നിന്നും അലാവുദ്ദീൻ ഖിൽജിക്ക് മാർക്കറ്റ് റിപ്പോർട്ടുകൾ ലഭ്യമായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി മാർക്കറ്റിന്റെ നിയമങ്ങളും ചട്ടങ്ങളും വളരെ കർശനമായി പാലിച്ചു. ഇത് ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി മാർക്കറ്റിന്റെ നിയമങ്ങളും ചട്ടങ്ങളും വളരെ കർശനമായി പാലിക്കുകയും ഇത് ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ നൽകുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി കാര്യക്ഷമമായ ഭരണ സംവിധാനത്തിന് അടിത്തറയിട്ടു. സംസ്ഥാന കാര്യങ്ങളിൽ ആരും ഇടപെടില്ലെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി കാര്യക്ഷമമായ ഭരണ സംവിധാനത്തിന് അടിത്തറയിടുകയും സംസ്ഥാന കാര്യങ്ങളിൽ മറ്റാരും ഇടപെടില്ലെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു. ഇസ്ലാമിക വിശുദ്ധ നിയമങ്ങളെ കുറിച്ചും ദൈവശാസ്ത്രത്തെ കുറിച്ചും വിദഗ്ധ പരിജ്ഞാനമുള്ള മുസ്ലിം പണ്ഡിതരുടെ ഒരു സംഘം രൂപീകരിച്ചു. ആര്? അലാവുദ്ദീൻ ഖിൽജി. ഇസ്ലാമിക വിരുദ്ധ നിയമങ്ങളെ കുറിച്ചും അതുപോലെ ദൈവശാസ്ത്രത്തെ കുറിച്ചും വിദഗ്ധ പരിജ്ഞാനമുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു സംഘത്തെ രൂപീകരിച്ചു. ആരാണ്? അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളത്. അലാവുദ്ദീൻ ഖിൽജി തന്റെ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്താൻ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. മുൻകൂർ അനുമതിയില്ലാതെ ഒരു സമൂഹ സദസ്സുകളോ മിശ്ര വിവാഹങ്ങളോ നടത്തരുതെന്ന് അദ്ദേഹം പ്രഭുക്കന്മാരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. അലാവുദ്ദീൻ ഖിൽജി തന്റെ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്താനായിട്ട് നിരവധി ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അതിൽ തന്നെ മുൻകൂർ അനുമതിയില്ലാതെ സമൂഹ സദസ്സുകളോ മിശ്ര വിവാഹങ്ങളോ നടത്തരുതെന്ന് അദ്ദേഹം പ്രഭുക്കന്മാരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. പഠിക്കുക. അലാവുദ്ദീൻ ഖിൽജി വളരെ കാര്യക്ഷമമായ ഒരു ചാര സംവിധാനം സംഘടിപ്പിച്ചു. അലാവുദ്ദീൻ ഖിൽജി വളരെ കാര്യക്ഷമമായ ഒരു
ക്ഷാര സംവിധാനം സംഘടിപ്പിച്ചു. അലാവുദ്ദീൻ ഖിൽജിയാണ് ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യമായി തുർക്കി മാതൃകയിൽ ഒരു സ്റ്റാൻഡിംഗ് ആർമി രൂപീകരിക്കുകയും രാജ്യത്തെ മംഗോളിയൻ അധിനിവേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തത്. ഇമ്പോർട്ടന്റ് ആണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യമായിട്ട് ഒരു തുർക്കി മാതൃകയിലുള്ള സ്റ്റാൻഡിംഗ് ആർമിയെ രൂപീകരിക്കുകയും ഇവരെ ഉപയോഗിച്ച് രാജ്യത്തുള്ള മംഗോളിയൻ അധിനിവേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്തു. പഠിക്കുക. സൈന്യത്തിലെ അഴിമതി തടയുന്നതിനായി അലാവുദ്ദീൻ ഖിൽജി കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായമായ ദാഗ് ആരംഭിക്കുകയും കൃത്യമായി ചെഹ്റ എന്ന സൈനിക പട്ടിക സൂക്ഷിക്കുകയും ചെയ്തു. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഡാഗ് എന്ന് പറയുന്ന ചാപ്പ കുത്തുന്ന, കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന രീതി ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. സൈന്യത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് അലാവുദ്ദീൻ ഖിൽജി കുതിരകൾക്ക് ചാപ്പ കുത്തുന്ന സമ്പ്രദായമായ ദാഗ് ആരംഭിച്ചു. എന്തിനാ ഇത് ആരംഭിച്ചെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, പണ്ട് കാലമാണ് ഈ സൈനികർ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് കുതിരകളെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കളയും കേട്ടോ. അപ്പോ ഈ സൈനികർ കൊണ്ടുവരുന്ന കുതിര അവർക്കുള്ളതാണോ കൊട്ടാരത്തിലുള്ളതാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ കുതിരകളുടെ പുറത്തല്ല ചാപ്പ അഥവാ ദാഗ് കുത്തുന്ന സമ്പ്രദായം ആരംഭിച്ചു. അപ്പൊ ഇത് കാണുമ്പോൾ അറിയാം ഈ കുതിര എന്ന് പറയുന്നത് കൊട്ടാരത്തിന്റെ വകയാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള അഴിമതി തടയാനായിട്ട് അദ്ദേഹം ആദ്യത്തെ പരിപാടി തുടങ്ങി വെച്ചു. അതുപോലെ തന്നെ കൃത്യമായി ചെഹ്റ എന്ന പേരില് സൈനികരുടെ പട്ടിക സൂക്ഷിക്കുകയും ചെയ്തു. ചെഹ്റ എന്ന പേരില് സൈനികരുടെ പട്ടിക സൂക്ഷിക്കുകയും ചെയ്തിരുന്ന സുൽത്താനേറ്റ് രാജാവാരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ആയുധങ്ങൾ മറ്റ് യുദ്ധ സാമഗ്രികളും നിർമ്മിക്കുന്നതിനായി അലാവുദ്ദീൻ ഖിൽജി വിവിധ വർക്ക്ഷോപ്പുകളും ഫാക്ടറികളും രാജ്യത്ത് സ്ഥാപിക്കുകയും സൈനികർക്ക് കുതിരകളും ആയുധങ്ങളും യഥേഷ്ടം ലഭ്യമാക്കുകയും ചെയ്തു. ആയുധങ്ങളും മറ്റു സാമഗ്രികളും നിർമ്മിക്കുന്നതിനായിട്ട് അലാവുദ്ദീൻ ഖിൽജി വർക്ക്ഷോപ്പുകളും ഫാക്ടറികളും രാജ്യത്ത് സ്ഥാപിക്കുകയും സൈനികർക്കും കുതിരകളും ആയുധവും യഥേഷ്ടം ലഭ്യമാക്കുകയും ചെയ്തു. പഠിക്കുക. അലാവുദ്ദീൻ ഖിൽജി വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ബാൽബൺ നിർമ്മിച്ച കോട്ടയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു. അവയിൽ കാവൽ ഏർപ്പെടുത്തുകയും ആയുധങ്ങളും ഭക്ഷണവും കാലിത്തീറ്റവും ക്രമമായി വിതരണം ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ബാൽബൺ നിർമ്മിച്ച കോട്ടയുടെ അറ്റകുറ്റപ്പണി ചെയ്തെടുക്കുകയും പുതുതായി കുറച്ച് കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ കാവൽക്കാരെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ കാവൽക്കാർക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും ഭക്ഷണവും അതുപോലെ തന്നെ കുതിരകൾക്ക് വേണ്ടിയിട്ടുള്ള കാലിത്തീറ്റയും ക്രമമായിട്ട് വിതരണം ചെയ്യുന്നതിന് ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി എല്ലാ സാധനങ്ങളുടെയും വില നിയന്ത്രിക്കുകയും ആവശ്യത്തിനും വിതരണത്തിനും ഇടയിൽ സുസ്ഥിരമായ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി എല്ലാ സാധനങ്ങളുടെയും വില നിയന്ത്രിക്കുകയും അത്യാവശ്യത്തിനും വിതരണത്തിനും ഇടയിൽ സുസ്ഥിരമായ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പാക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി കർശനമായ നിയമങ്ങൾ പാലിച്ചതിനാൽ കർഷകർക്ക് ധാന്യങ്ങൾ സ്വകാര്യമായി പൂഴ്ത്തിവെക്കുവാനോ വിൽക്കുവാനോ കഴിയില്ലായിരുന്നു. സാധനങ്ങളുടെ വില നാമമാത്രമായ നിരക്കിൽ നിലനിർത്തി. ഇത് എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിലോട്ട് മാറുകയും ചെയ്തു. പഠിച്ചോളണേ. അതായത് അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തത്? കർശനമായ നിയമങ്ങൾ പാലിച്ചത് കൊണ്ട് തന്നെ കർഷകർക്ക് ധാന്യങ്ങൾ സ്വകാര്യമായിട്ട് പൂഴ്ത്തിവെക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി വിൽക്കുവാനോ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വില നാമമാത്രമായ നിരക്കില് നിലനിർത്താൻ കഴിഞ്ഞു. ആർക്ക്? അലാവുദ്ദീൻ ഖിൽജിക്ക്. ഇങ്ങനെ എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിലോട്ടൊരു വിലയിലോട്ട് എന്ത് മാറി? ധാന്യങ്ങളുടെ നിരക്ക് മാറുകയും ചെയ്തു. ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. അലാവുദ്ദീൻ ഖിൽജി മുഴുവൻ ഭൂമിയും അളക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് സംസ്ഥാനത്തിന് കൃത്യമായ വിഹിതം നിശ്ചയിക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി മുഴുവൻ ഭൂമിയും അളക്കാൻ ഉത്തരവിടുകയും സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി കൃത്യമായിട്ട് വിഹിതം നിശ്ചയിക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഖിൽജി ഭൂമി റവന്യൂ ശേഖരണം പുനഃസംഘടിപ്പിച്ചു. കർഷകർക്ക് കനത്ത നികുതി ചുമത്തി. സൈനിക സേവനത്തിന് പകരമായി പ്രഭുക്കന്മാർക്ക് ഭൂമി അനുവദിച്ചിരുന്ന ഇഖ്താ സമ്പ്രദായം വിപുലീകരിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇഖ്താ സമ്പ്രദായം അല്ലെങ്കിൽ ഇഖ്താ സമ്പ്രദായം വിപുലീകരിച്ച ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രധാന നിർമ്മിതികളാണ്. സിറി പട്ടണവും സിറി കോട്ടയും 1303 ഡൽഹിയിൽ നിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് അലാവുദ്ദീൻ ഖിൽജിയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. സിറി പട്ടണം, സിറി കോട്ട എന്നിവ 1303 ഡൽഹിയിൽ നിർമ്മിച്ചതാരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. കുത്തബ് മിനാറിന്റെ കവാടം എന്നറിയപ്പെടുന്ന അലൻ ദർവാസ 1311 നിർമ്മിച്ചത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈ ഭാഗത്ത് നിന്ന് പഠിച്ചോളണേ. കുത്തബ് മിനാറിന്റെ കവാടം എന്നറിയപ്പെടുന്ന അലൻ ദർവാസ 1311 നിർമ്മിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്.
1000 തൂണുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹസാർ സുദൻ നിർമ്മിച്ചതും ആരാണ്? നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഈ ഹസാർ സുദൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ഇത് സ്ഥാപിച്ച വർഷവും 1311 തന്നെയാണ്. 1000 തൂണുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹസാർ സുദൻ നിർമ്മിച്ചത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. എവിടെയാണ് അദ്ദേഹം നിർമ്മിച്ചത്? ഡൽഹിയിലാണ് ഹസാർ സുദൻ നിർമ്മിച്ചത്. ഹസാർ സുദൻ നിർമ്മിച്ച വർഷം എത്രയാണ്? 1311 പഠിക്കുക. ഇനി നമുക്ക് ഇത്രയുമായപ്പോ നമ്മുടെ ഖിൽജി രാജവംശം അവസാനിച്ചിട്ടുണ്ട്. മാക്സിമം പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാവരും നല്ല രീതിക്ക് ഖിൽജി രാജവംശം പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തുഗ്ലക് രാജവംശം. എന്താണ് തുഗ്ലക് രാജവംശം? തുഗ്ലക് ഭരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെ മൂഢമായ ഒരു ഭരണമായിരുന്നു തുഗ്ലക് ഭരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം തുഗ്ലക് രാജവംശം. തുഗ്ലക് രാജവംശത്തിന്റെ കാലഘട്ടം AD 1320 മുതൽ 1412 വരെയായിരുന്നു. തുഗ്ലക് രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് AD 1320 മുതൽ 1412 വരെയായിരുന്നു. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താൻ രാജവംശം തുഗ്ലക് രാജവംശം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, പഠിക്കുക. ഡൽഹി ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താൻ രാജവംശം ഏതാണ്? അത് തുഗ്ലക് രാജവംശമാണ്. ഡൽഹി സുൽത്താനേറ്റ് കൂടുതലായി ഏകീകരിക്കപ്പെട്ടത് തുഗ്ലക് രാജവംശത്തിന്റെ ഭരണത്തോടു കൂടിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹി സുൽത്താനേറ്റ് കൂടുതലായി ഏകീകരിക്കപ്പെട്ടത് തുഗ്ലക് രാജവംശത്തിന്റെ ഭരണത്തോടു കൂടിയാണ്. തുഗ്ലക് രാജവംശ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. പഠിച്ചോളണേ. തുഗ്ലക് രാജവംശ സ്ഥാപകനാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. ഖിൽജി വംശ രാജാവായ ഖുസ്രുഖാനെ വധിക്കുകയും AD 1320 തുഗ്ലക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു ഗിയാസുദ്ദീൻ തുഗ്ലക്. അപ്പോ ഖിൽജി രാജവംശത്തിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ഖുസ്രുഖാൻ ആയിരുന്നു. ഖുസ്രുഖാനെ വധിക്കുകയും AD 1320 തുഗ്ലക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് എന്നുള്ളത് പഠിക്കുക. അപ്പൊ നമുക്കിനി ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ പറ്റി ഒന്ന് നോക്കാം. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടം 1320 മുതൽ 1325 വരെ ആയിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടം എത്ര തൊട്ട് എത്ര വരെയാ സുഹൃത്തുക്കളെ? 1320 മുതൽ 1325 വരെ ആയിരുന്നു. തുഗ്ലക് രാജവംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്. തുഗ്ലക് രാജവംശത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാ? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം ഖാസി മാലിക് എന്നാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം എന്താണ്? ഖാസി മാലിക് എന്നാണ്. എന്തെന്നാണ്? ഖാസി മാലിക് എന്നാണ്. ഇന്ത്യയിലെ ഹിന്ദു ജനതയോട് അനുകമ്പ കാട്ടിയിരുന്ന തുഗ്ലക് ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഇന്ത്യയിലെ ഹിന്ദു ജനതയോട് അനുകമ്പ കാട്ടിയിരുന്ന തുഗ്ലക് ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആയിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക് ഭരണകാലഘട്ടത്തിൽ ആശയവിനിമയം, ഗതാഗതം, തപാൽ സംവിധാനം എന്നിവ മെച്ചപ്പെടുത്തി. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തിലെ ആശയവിനിമയം അഥവാ ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ആശയവിനിമയം അഥവാ ടെലികമ്മ്യൂണിക്കേഷൻ, ഗതാഗതം, അതുപോലെ തന്നെ തപാൽ എന്നിവ എന്ത് ചെയ്തു? മെച്ചപ്പെടുത്തി. വാറങ്കലിനെയും ബംഗാളിനെയും കീഴടക്കിയ തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വാറങ്കലിനെയും ബംഗാളിനെയും കീഴടക്കിയ തുഗ്ലക് ഭരണാധികാരി ആരാ? അത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. വാറങ്കലിൽ സുൽത്താൻപൂർ എന്ന് പുനർനാമകരണം ചെയ്ത തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചതാണ്. വാറങ്കലിന് സുൽത്താൻപൂർ എന്ന് പുനർനാമകരണം ചെയ്ത തുഗ്ലക് ഭരണാധികാരി ആരാണ്? അത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ്. പഠിക്കുക. ഗിയാസുദ്ദീൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് തുഗ്ലക്കാബാദ്. പഠിച്ചോളണേ. ഗിയാസുദ്ദീൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരത്തിന്റെ പേരെന്താ? തുഗ്ലക്കാബാദ് എന്നാണ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക്. ഇമ്പോർട്ടന്റ് ആണ്. കൊട്ടാരത്തില് പാട്ടും നൃത്തവും നിരോധിച്ച തുഗ്ലക് ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആയിരുന്നു. കാക്കത്തീയ രാജാക്കന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട തുഗ്ലക് ഭരണാധികാരി ഗിയാസുദ്ദീൻ തുഗ്ലക്. കാക്കത്തീയ രാജാക്കന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട തുഗ്ലക് ഭരണാധികാരി ആരായിരുന്നു? അത് ഗിയാസുദ്ദീൻ തുഗ്ലക് ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടം 1325 മുതൽ 1351 വരെ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടം എന്നാ സുഹൃത്തുക്കളെ? AD 1325 മുതൽ 1351 വരെയായിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം തുഗ്ലക് രാജവംശത്തിന്റെ ഭരണാധികാരിയായി മാറിയത്
മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന് ശേഷം തുഗ്ലക് രാജവംശത്തിന്റെ ഭരണാധികാരിയായതാരാ? മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം ജൂന ഖാൻ എന്നായിരുന്നു. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ യഥാർത്ഥ നാമം എന്താണ്? ജൂന ഖാൻ എന്നായിരുന്നു. മതകാര്യങ്ങളിൽ സഹിഷ്ണുത പുലർത്തിയിരുന്ന പേർഷ്യൻ പണ്ഡിതൻ എന്നറിയപ്പെട്ടിരുന്ന തുഗ്ലക് ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മതകാര്യങ്ങളിൽ സഹിഷ്ണുത പുലർത്തിയിരുന്ന പേർഷ്യൻ പണ്ഡിതൻ എന്നറിയപ്പെട്ടിരുന്ന തുഗ്ലക് ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ഹിന്ദുക്കളുടെ പൊതു ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ഹിന്ദുക്കളുടെ പൊതു ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാ? മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. പാഗൽ പാദുഷ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാഗൽ പാദുഷ അഥവാ ഭ്രാന്തനായ ഭരണാധികാരി എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയായിരുന്നു. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചത് ആരെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെയാണ്. പഠിക്കുക. ഇബ്നു ബത്തൂത്തയെ ചൈനയിലെ അംബാസിഡറായി നിയമിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഇബ്നു ബത്തൂത്തയെ ചൈനയിലെ അംബാസിഡറായി നിയമിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത എഴുതിയ പുസ്തകമാണ് സഫർനാമ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയി PSC ചോദിച്ചതാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബ്നു ബത്തൂത്ത എഴുതിയ പുസ്തകമാണ് സഫർനാമ. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ലയൻ പൂൾ ആണ്. പഠിക്കുക. വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ലയൻ പൂൾ ആണ്. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡ്വേർഡ് താനസ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിച്ചോളണേ. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് എഡ്വേർഡ് തനാസ് ആണ്. പഠിച്ചോളണേ. നാണയ നിർമ്മിതികളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചത് ആരാ? എഡ്വേർഡ് തനാസ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പാഗൽ പാദുഷ അഥവാ ഭ്രാന്തനായ ഭരണാധികാരി എന്നൊക്കെ വിളിച്ചതിന് കാരണം ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് നോക്കാം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ തലസ്ഥാന നഗരം ഡൽഹിയിൽ നിന്ന് മാറ്റി ഡെക്കാന്റെ ഭാഗമായ ദേവഗിരിയിലേക്ക് മാറ്റുകയും ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്റെ തലസ്ഥാന നഗരം എന്ത് ചെയ്തു? ഡൽഹിയിൽ നിന്ന് മാറ്റി ഡെക്കാന്റെ ഭാഗമായി വരുന്ന ദേവഗിരിയിലേക്ക് മാറ്റുകയും ദേവഗിരിക്ക് ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. നിരവധി പ്രഭുക്കന്മാരും മതവിശ്വാസികളും കരകൗശല വിദഗ്ധരും പുതിയ തലസ്ഥാനത്തേക്ക് മാറി താമസിച്ചു. നിരവധി പ്രഭുക്കന്മാരും മതവിശ്വാസികളും കരകൗശല വിദഗ്ധരും എന്ത് ചെയ്തു? പുതിയ തലസ്ഥാനത്തേക്ക് മാറി താമസിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ഒരു റോഡ് നിർമ്മിക്കുകയും ജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് ഒരു റോഡ് നിർമ്മിക്കുകയും ജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. കഠിനമായ യാത്രയും ചൂടും കാരണം നിരവധി ആളുകൾ യാത്രാമധ്യയിൽ തന്നെ മരിക്കുകയും ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടും കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോഴത്തെ കാലഘട്ടമൊന്നുമല്ല. ഡൽഹിയിൽ നിന്നും ഏതുവരെ പോകണം? അതായത് ഡെക്കാന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുതലുള്ള പ്രദേശമായിരിക്കും. അവിടുത്തെ ദേവഗിരിയിലെ ദൗലത്താബാദിലേക്ക് പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്തു? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാന നഗരം മാറ്റി സ്ഥാപിച്ചു. എന്നിട്ട് അതിന് പുതിയൊരു പേരും കൊടുത്തു. എന്താണ്? ദൗലത്താബാദ് എന്ന്. ഇത് മനസ്സിലാക്കി ഒരു കൂട്ടം എന്ത് ചെയ്തു? പ്രഭുക്കന്മാരും മതവിശ്വാസികളും കരകൗശല വിദഗ്ധരും എല്ലാം കൂടി എങ്ങോട്ട് എന്ന് കയറി കൊടുത്തു? ദൗലത്താബാദിലേക്ക് യാത്ര നടത്തി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ യാത്ര ചെയ്യുന്നവർക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് പുതിയൊരു റോഡ് നിർമ്മിക്കുകയും അവിടെ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. എങ്കിൽ കൂടിയും ഈ യാത്ര പോകുന്ന വഴി എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു വഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലും അതുപോലെ തന്നെ കഠിനമായ യാത്രയും ചൂട് കൂടുതലും മൂലം ഈ പോകുന്ന വഴിക്ക് ഒരുപാട് പേര് എന്ത് ചെയ്തു? മരണപ്പെട്ടു. അത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു? ബുദ്ധിമുട്ടുണ്ടാക്കുകയും കനത്ത സാമ്പത്തിക നഷ്ടം എന്ത് ചെയ്തു? ഉണ്ടാക്കുകയും ചെയ്തു. 5 മാസത്തിനുള്ളിൽ തന്നെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയതിനാൽ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡൽഹിയിലെ തലസ്ഥാന നഗരം ദേവഗിരിയിലേക്ക് മാറ്റുകയും ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. ഈ യാത്രക്കിടയിൽ ഒത്തിരി പേര് ചൂട് മൂലം മരണപ്പെട്ടു.
ഭക്ഷണമില്ല, ജലമില്ല, അതുകൊണ്ട് തന്നെ അവർ മരണപ്പെടുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയതോടുകൂടി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു, നേരെ വീണ്ടും തലസ്ഥാനത്ത് എടുത്ത് ഡൽഹി തന്നെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ പിന്നെ ആൾക്കാർ എന്ത് ചെയ്തു, പകുതി സഞ്ചരിച്ചവര് വീണ്ടും തിരിച്ച് സഞ്ചരിക്കേണ്ടി വന്നു. അതോടുകൂടി ഉള്ള ആൾക്കാരോട് എന്ത് ചെയ്തു, മരണപ്പെട്ടു. ഇതുകൊണ്ടാണ് പുള്ളിക്കാരൻ എന്തെന്ന് വിളിക്കുന്നത്, പ്രധാനമായിട്ടും പാഗൽ പാദിഷ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പൊ 5 മാസത്തിനുള്ളില് തലസ്ഥാനം വീണ്ടും ദേവഗിരിയിൽ നിന്ന് എങ്ങോട്ട് മാറ്റി, ഡൽഹിയിലേക്ക് മാറ്റി. എന്നിട്ട് ദേവഗിരി തലസ്ഥാനമാക്കുവാനുള്ള പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. ആരാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യയിൽ സ്വർണം, വെള്ളി എന്നിവയുടെ ക്ഷാമം മറികടക്കാനായിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ചെമ്പ്, വെങ്കല നാണയങ്ങൾ പുറത്തിറക്കി. ഇന്ത്യയില് സ്വർണം, വെള്ളി എന്നിവയുടെ ക്ഷാമം മറികടക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു, ചെമ്പ്, വെങ്കല നാണയങ്ങൾ പുറത്തിറക്കി. വെള്ളി നാണയങ്ങളുടെ അതേ മൂല്യമുള്ള ജിത്താൽ നാണയങ്ങൾ പുറത്തിറക്കി. നാണയങ്ങൾക്ക് ടാങ്കിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആര്, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പൊ തന്നെ പ്രശ്നമാവൂലേ, അതുവരെ വെള്ളി നാണയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ജിത്താലിലോട്ട് മാറ്റപ്പെട്ടിട്ട് അവരടുത്ത് പറയുവാണ് ഇത് ടാങ്കിന് തുല്യമാണ് എന്നങ്ങ് പറയുകയും ചെയ്തു. ഇതൊരു സാമ്പത്തിക അസമത്വത്തിലേക്ക് എന്ത് ചെയ്തു, ഡൽഹിയെ കൊണ്ടുപോവുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അമിത ഔദാര്യവും കൃത്യതയില്ലാത്ത അധിനിവേശ നയങ്ങളും സർക്കാർ ഖജനാവ് കാലിയാക്കി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അമിത ഔദാര്യവും കൃത്യതയില്ലാത്ത അധിനിവേശ നയങ്ങളും സർക്കാർ ഖജനാവ് കാലിയാക്കി. പെട്ടെന്നുണ്ടായ ധനപരമായ ഈ തകർച്ചയിൽ നിന്നും കരകയറുന്നതിന് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം കൊണ്ടുവന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. പെട്ടെന്നുണ്ടായ ധനപരമായ ഈ തകർച്ചയിൽ നിന്നും കരകയറുന്നതിന് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടോക്കൺ കറൻസി സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സമ്പ്രദായം കൊണ്ടുവന്ന ഡൽഹി സുൽത്താൻ ആരാണ്, അത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ്. ടോക്കൺ കറൻസികളും നാണയങ്ങളും നിർമ്മിക്കുവാനുള്ള അവകാശം സർക്കാരിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ശ്രമിച്ചില്ല. ഇതോടെ ജനങ്ങൾ അവരവരുടെ വീടുകളിൽ ടോക്കൺ കറൻസികൾ അച്ചടിച്ചിറക്കാൻ തുടങ്ങി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയത് കേട്ടോ. അതായത് ടോക്കൺ കറൻസികളും നാണയങ്ങളും നിർമ്മിക്കുവാനുള്ള അവകാശം സർക്കാരിൽ മാത്രം ഒതുക്കി നിർത്തും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ശ്രമിച്ചില്ല. ഇതോടുകൂടി ജനങ്ങൾ അവരവരുടെ വീടുകളിൽ ടോക്കൺ കറൻസികൾ അച്ചടിച്ചിറക്കുവാൻ തുടങ്ങി. ഡ്യൂപ്ലിക്കേറ്റും വ്യാജ നാണയങ്ങളും വിപണിയിൽ പ്രചാരത്തിലായി. തൽഫലമായി വെങ്കല നാണയങ്ങളുടെ മൂല്യം കുത്തനെ കുറയുകയും ആളുകൾ വെങ്കല നാണയങ്ങൾ നിരസിക്കുകയും ചെയ്തു. ഇത് വ്യാപാര നഷ്ടത്തിന് കാരണമായി. പഠിച്ചോളനെ, ഡ്യൂപ്ലിക്കേറ്റും വ്യാജ നാണയങ്ങളും വിപണിയിൽ പ്രചാരത്തിലാവുകയും തൽഫലമായിട്ട് വെങ്കല നാണയങ്ങളുടെ മൂല്യം കുത്തനെ കുറയുകയും ആളുകൾ വെങ്കല നാണയങ്ങൾ നിരസിക്കുകയും ചെയ്തു. ഇത് വ്യാപാര നഷ്ടത്തിന് കാരണമാവുകയും ചെയ്തു. പഠിക്കുക. വ്യാജഖനനം രാജകീയ ഖജനാവിന് വൻ നഷ്ടമുണ്ടാക്കി. AD 1329 മുതൽ AD 1332 വരെ ഉള്ള 3 വർഷത്തേക്ക് വെങ്കല നാണയങ്ങൾ പ്രചാരത്തിൽ തുടരുകയും ചെയ്തു. അതായത് ഓൾറെഡി ജനങ്ങൾക്ക് വെങ്കല നാണയം വേണ്ട. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ വൻതോതിൽ കള്ളപ്പണം വന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് വെങ്കലത്തിന്റെ വില കുറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യം തന്നെ വെങ്കല നാണയങ്ങൾ തിരിച്ചു വിളിക്കാതെ എന്ത് ചെയ്തു, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് 1329 മുതൽ 1332 വരെയും വെങ്കല നാണയങ്ങൾ വീണ്ടും ഇറക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. ഒടുവിൽ വെങ്കല ജിത്താൽ നാണയങ്ങൾ തിരിച്ചു വിളിക്കാനും സ്വർണം, വെള്ളി നാണയങ്ങൾ അല്ലെങ്കിൽ തങ്ക കൈമാറ്റം ചെയ്യാനും സർക്കാർ നിർബന്ധിതരായി. മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. ഒടുവിൽ വെങ്കല ജിത്താൽ നാണയങ്ങൾ തിരിച്ചു വിളിക്കാനും സ്വർണം, വെള്ളി നാണയങ്ങൾ അല്ലെങ്കിൽ തങ്ക കൈമാറ്റം ചെയ്യാനും സർക്കാർ നിർബന്ധിതരാകുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്റെ സൈന്യത്തിന്റെ ചെലവുകൾക്കായി ഗംഗ, ദോവാബ് മേഖലയിലെ ഭൂനികുതികൾ വർദ്ധിപ്പിച്ചു. കാരണം എന്താ, ഖജനാവിലെ പണമില്ല, സൈന്യത്തിന് ഭക്ഷണം, താമസം, അതുപോലെ തന്നെ അവർക്ക് ആയുധങ്ങൾ വേണം, കുതിരകൾ വേണം. അപ്പൊ നല്ലൊരു ചെലവുണ്ട് സൈന്യത്തിനെ നോക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു, ഗംഗ, ദോവാബ് എന്നീ മേഖലയിലെ ഭൂനികുതി പെട്ടെന്ന് അങ്ങ് വർദ്ധിപ്പിച്ചു. പ്രദേശത്തെ ക്ഷാമം മൂലം വർദ്ധിച്ച നികുതി താങ്ങാൻ കഴിയാത്തതിനാൽ നിരവധി കർഷകർ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെതിരെ കലാപം നടത്തി. ഒടുവിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉത്തരവ് അസാധാക്കുകയും ചെയ്തു. ഓൾറെഡി ആ പ്രദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഈ വർദ്ധിച്ച നികുതി കൂടി വരുന്നതോടുകൂടി അത് താങ്ങാൻ കഴിയാത്ത കർഷകര് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെതിരെ കലാപം നടത്തുകയും ഒടുവിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉത്തരവ് അസാധുവാക്കുകയും ചെയ്തു. പഠിക്കുക. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ വിവാദ പദ്ധതിയായിരുന്നു ഖുറാസാൻ പരിവേഷണം. 1330 മുതൽ 1331 വരെയാണ്
ഈ ഖുറാസാൻ എന്ന് പറയുന്ന പരിവേഷണം ഒന്ന് പഠിച്ചു വെച്ചോളണം, ചോദിക്കും. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ വിവാദ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഖുറാസാൻ പരിവേഷണം. വർഷം 1330 മുതൽ 1331 വരെ. ഈ പരിവേഷണം മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ മറ്റൊരു വലിയ പരാജയമായി തെളിഞ്ഞു. ഇത് വിഭവങ്ങളുടെയും അളവറ്റ നഷ്ടത്തിനും ജനങ്ങളുടെയും സുൽത്താനേറ്റിലെ തന്നെ സൈന്യത്തിന്റെയും അസംതൃപ്തിക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഈ പരിവേഷണം എന്ന് പറയുന്നത് വൻ പരാജയമായി തീർന്നു. ഇത് വിഭവങ്ങളുടെ അളവറ്റ നഷ്ടത്തിനും ജനങ്ങളുടെയും സുൽത്താനേറ്റ് സൈന്യത്തിന്റെ തന്നെ അസംതൃപ്തിക്കും കാരണമായി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ദിവാൻ ഇ കോഹി എന്ന പുതിയ കൃഷി വകുപ്പ് സ്ഥാപിച്ചു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും നോക്കാൻ അദ്ദേഹം കൃഷിമന്ത്രിയായ അമീർ ഇ കോഹിയെ നിയമിക്കുകയും ചെയ്തു. പഠിച്ചോളനെ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇവാൻ ഇ കോഹി എന്ന പേരില് പുതിയൊരു കൃഷി വകുപ്പ് സ്ഥാപിക്കുകയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും നോക്കാനായിട്ട് ഒരു കൃഷിമന്ത്രിയെ നിയമിക്കുകയും ചെയ്തു. ആ കൃഷിമന്ത്രി എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? അമീർ ഇ കോഹി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കർഷകർക്ക് കാർഷിക കടം അഥവാ തകവി നൽകാൻ ഉത്തരവിട്ടു. പഠിച്ചോളനെ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കർഷകർക്ക് കാർഷിക കടം അഥവാ തകവി നൽകാനായിട്ട് ഉത്തരവിട്ടു. കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ ക്രമീകരിക്കുന്നതിന് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. കാർഷിക ആവശ്യമായ വിത്തുകൾ ക്രമീകരിക്കുന്നതിന് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. കൃഷി വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഭൂമിയിലെ കൃഷി വർദ്ധിപ്പിക്കുകയും കാർഷികോൽപ്പന്നങ്ങളുടെയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. കൃഷി വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഭൂമിയിലെ കൃഷി വർദ്ധിപ്പിക്കുകയും അതുവഴി കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൃഷി വകുപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടം 1351 മുതൽ 1388 വരെയായിരുന്നു. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടം 1351 മുതൽ 1388 വരെയായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഫിറോസ് ഷാ തുഗ്ലക്ക് തുഗ്ലക് രാജവംശത്തിന്റെ അടുത്ത സുൽത്താനായി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബന്ധുവായ ഫിറോസ് ഷാ തുഗ്ലക്ക് തുഗ്ലക് രാജവംശത്തിന്റെ അടുത്ത സുൽത്താനായി. ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. ഇന്ത്യയില് കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. ഫത്ഹത്ത് ഇ ഫിറോസ് ഷാഹി എഴുതിയത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ്. പഠിച്ചോളനെ, ഫത്ഹത്ത് ഇ ഫിറോസ് ഷാഹി എഴുതിയത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ്. പ്രഭുക്കന്മാരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും പിന്തുണ ഫിറോസ് ഷാ തുഗ്ലക്കിന് ഉണ്ടായിരുന്നു. കഠിനമായ ശിക്ഷകളെ അനുകൂലിക്കാത്ത ദയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുൻഗാമി നൽകിയ കർഷകരുടെ വായ്പ അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. പ്രഭുക്കന്മാരുടെയും ദൈവശാസ്ത്രജ്ഞരുടെയും പിന്തുണ ഫിറോസ് ഷാ തുഗ്ലക്കിന് ഉണ്ടായിരുന്നു. കഠിനമായ ശിക്ഷകളെ അനുകൂലിക്കാത്ത ദയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. തന്റെ മുൻഗാമികൾ നൽകിയിരുന്ന കർഷകരുടെ വായ്പകൾ അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. നോക്കാം. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ. ഫിറോസ് ഷാ തുഗ്ലക്ക് ദിവാൻ ഇ ഖൈറത്ത് അഥവാ ചാരിറ്റി വകുപ്പ് ആരംഭിക്കുകയും ദിവാൻ ഇ ബന്ധകൻ അഥവാ അടിമകളുടെ വകുപ്പ് എന്നിവ സ്ഥാപിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. ഫിറോസ് ഷാ തുഗ്ലക്ക് എന്താ ആദ്യം ചെയ്തത്? ദിവാൻ ഇ ഖൈറാത്ത് എന്ന പേര് ചാരിറ്റി വകുപ്പ് ആരംഭിച്ചു. ദിവാൻ ഇ ബന്ധകൻ എന്ന പേരിൽ അടിമകൾക്ക് വേണ്ടിയിട്ടൊരു വകുപ്പും സ്ഥാപിച്ചു. ഇഖ്താരി സമ്പ്രദായം പാരമ്പര്യമാക്കിയ ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ്. പഠിച്ചോളനെ. ഇഖ്താരി സമ്പ്രദായം പാരമ്പര്യമാക്കിയ ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. ആയിരക്കണക്കിന് അടിമകൾ ജോലി ചെയ്തിരുന്ന ഖർഖനാസ് എന്ന ഗവൺമെന്റ് ഫാക്ടറികൾ ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. ആയിരക്കണക്കിന് അടിമകൾ ജോലി ചെയ്തിരുന്ന ഖർഖനാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗവൺമെന്റ് ഫാക്ടറികൾ ആരംഭിച്ചതാരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായി യമുന കനാൽ നിർമ്മിക്കുകയും ജൗൻപൂർ, ഹിസാർ, ഫത്തേഹാബാദ്, ഫിറോസാബാദ് എന്നീ 4 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അപ്പോ ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായിട്ട് യമുന കനാൽ നിർമ്മിക്കുകയും ജൗൻപൂർ, ഹിസാർ, ഫത്തേഹാബാദ്, ഫിറോസാബാദ് എന്നീ 4 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കർഷകരോട് സൗമ്യനായിരുന്ന വ്യക്തിത്വമായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 വകുപ്പുകളായിരുന്നു. ഒന്ന് ദിവാൻ ഇ ഖൈറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ചാരിറ്റി വകുപ്പും അതുപോലെ തന്നെ ദിവാൻ ഇ ബന്ധകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അടിമകളുടെ വകുപ്പും. അതുപോലെ ഇഖ്താരി സമ്പ്രദായം പാരമ്പര്യമാക്കിയതാരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് അടിമകൾ ജോലി ചെയ്തിരുന്ന ഖർഖനാസ് എന്ന ഗവൺമെന്റ് ഫാക്ടറി ആരംഭിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് ജലസേചനത്തിനായിട്ട് യമുന കനാൽ നിർമ്മിക്കുകയും ജൗൻപൂർ, ഹിസാർ, ഫത്തേഹാബാദ്, ഫിറോസാബാദ് എന്നീ 4 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർഷകർക്ക് ക്ലീൻ ചീട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് കർഷകരുടെ കടങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുരേഖകളും നശിപ്പിക്കുകയും ചെയ്തു. ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് ഹിന്ദുക്കളോട് അസഹിഷ്ണുത കാണിക്കുകയും ബ്രാഹ്മണർക്ക് ജിസിയ എന്ന നികുതി ചുമത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. പഠിച്ചോളനെ, ഫിറോസ് ഷാ തുഗ്ലക്ക് ഹിന്ദുക്കളോട് അസഹിഷ്ണുത കാണിക്കുകയും ബ്രാഹ്മണർക്ക് ജിസിയ എന്ന നികുതി ചുമത്തുകയും ചെയ്തു. പഠിച്ചോളനെ, ബ്രാഹ്മണർക്ക് ജിസിയ എന്ന നികുതി ചുമത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഫിറോസ് ഷാ തുഗ്ലക്ക് ദരിദ്രർക്കായി ദാർ ഉൽ ഷഫ എന്ന പേരിൽ സൗജന്യ ആശുപത്രി സ്ഥാപിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. ഫിറോസ് ഷാ തുഗ്ലക്ക് ദരിദ്രർക്കായിട്ട് ദാർ ഉൽ ഷഫ എന്ന പേരിൽ സൗജന്യ ആശുപത്രി സ്ഥാപിച്ചു. അശോകന്റെ തൂണുകളിലൊന്ന് അദ്ദേഹം അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് മാറ്റി ഡൽഹിയിൽ സ്ഥാപിച്ചു. അപ്പോ ഫിറോസ് ഷാ തുഗ്ലക്ക് അശോകന്റെ തൂണുകളിൽ ഒരെണ്ണം കൊണ്ടുവന്ന് എവിടെ സ്ഥാപിച്ചു? ഡൽഹിയിൽ സ്ഥാപിച്ചു. ഹിന്ദുമത കൃതികൾ സംസ്കൃതത്തിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ച ആദ്യ ഡൽഹി സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. പഠിച്ചോളനെ, ഹിന്ദുമത കൃതികള് സംസ്കൃതത്തിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ച ആദ്യ ഡൽഹി സുൽത്താനായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്ക്. ഖർ ഇ ഹർഷബ് അഥവാ ജലസേചന നികുതി ചുമത്തിയ ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്ക് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഹഖ് ഇ ഷർബ് അഥവാ ജലസേചന നികുതി ചുമത്തിയ ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. പഠിച്ചോളനെ, സംസ്ഥാന ഖജനാവിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനം സംഘടിപ്പിച്ച ആദ്യത്തെ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്ക്. സംസ്ഥാന ഖജനാവിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനം സംഘടിപ്പിച്ച ആദ്യത്തെ ഭരണാധികാരി ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ആദ, ബീഹ് എന്നീ നാണയങ്ങൾ അവതരിപ്പിച്ച ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. പഠിച്ചോളണേ, ആദ, ബീഹ് എന്നീ നാണയങ്ങൾ അവതരിപ്പിച്ച ഡൽഹി സുൽത്താൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്ന പുതിയ നികുതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കൊണ്ടുവന്ന പുതിയ നികുതികളാണെന്ന് നോക്കാനുള്ളത്. ഖരജ് എന്ന ഭൂനികുതി, ഖരജ് എന്നാൽ ഭൂനികുതി. ജിസിയ എന്നാൽ മതനികുതി, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രാഹ്മണന്മാർക്ക് ചുമത്തുന്ന നികുതിയായിരുന്നു ജിസിയ എന്ന മതനികുതി. സകാത്ത് എന്ന വസ്തുനികുതി, സകാത്ത് എന്ന വസ്തുനികുതി. ഖംസ് എന്ന യുദ്ധത്തിനിടയ്ക്കുള്ള കൊള്ള, ഖംസ് എന്ന യുദ്ധത്തിനിടയ്ക്കുള്ള കൊള്ള, ഇത്രയും കൊണ്ടുവന്നത് ആരായിരുന്നു? ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്ന നികുതിയായിരുന്നു. തുഗ്ലക് ഭരണകാലത്തെ പ്രധാന നിർമ്മിതികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായി പഠിക്കാനുള്ളതാണ് ജഹൻപാന. ഏതാണ്? ജഹൻപാന. ജഹൻപാന നിർമ്മിച്ച തുഗ്ലക് ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ജഹൻപാന നിർമ്മിച്ച തുഗ്ലക് ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. AD 1326 1327 കാലഘട്ടങ്ങളിലാണ് ജഹൻപാന നിർമ്മിച്ചതായി കരുതപ്പെടുന്നത്. AD 1326 1327 കാലഘട്ടങ്ങളിലാണ് ജഹൻപാന നിർമ്മിച്ചതായിട്ട് കരുതപ്പെടുന്നത്. ജഹൻപാന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ജഹൻപാന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ജഹൻപാന എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ അഭയസ്ഥാനം എന്നാണ്. ജഹൻപാന എന്ന വാക്കിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ലോകത്തിന്റെ അഭയസ്ഥാനം എന്നാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലത്ത് റോമൻ ഫാഷനിലുള്ള അടിസ്ഥാനമാക്കി പ്രസിദ്ധമായ തുഗ്ലക്കാബാദ് നഗരം നിർമ്മിക്കപ്പെട്ടു. പഠിച്ചോളനെ, ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഭരണകാലഘട്ടത്തിൽ റോമൻ ഫാഷനുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള തുഗ്ലക്കാബാദ് നഗരം നിർമ്മിക്കപ്പെട്ടു. മിന്നലേറ്റ് തകർന്ന കുത്തബ് മിനാറിന്റെ 4ഉം 5ഉം നിലകൾ പുനർനിർമ്മിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഇത്രയും പോയിന്റും വ്യക്തമായിട്ട് പഠിച്ചോളണം. മിന്നലേറ്റ് തകർന്ന കുത്തബ് മിനാറിന്റെ 4ഉം 5ഉം നിലകൾ പുനർനിർമ്മിച്ചതാരാ? ഫിറോസ് ഷാ തുഗ്ലക് ആണ്. അടുത്തതാണ് ഫിറോസ് ഷാ കോട്ല. എന്താണ്? ഫിറോസ് ഷാ കോട്ല. ഫിറോസ് ഷാ കോട്ല നിർമ്മിച്ചത് ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു. ഫിറോസ് ഷാ കോട്ല നിർമ്മിച്ചത് ആരായിരിക്കും? ഫിറോസ് ഷാ തുഗ്ലക് തന്നെയാണ്. ഫിറോസ് ഷാ കോട്ല നിർമ്മിച്ച വർഷം AD 1354. ഫിറോസ് ഷാ കോട്ല നിർമ്മിച്ച വർഷം എത്രയാണ്? AD 1354 ഫിറോസാബാദ് നിർമ്മിച്ചത് ഫിറോസ്
തുഗ്ലക് ആണ്. പഠിച്ചോളെ, ഫിറോഷാബാദ് നിർമ്മിച്ചത് ആരാണ്? അത് ഫിറോസ തുഗ്ലക് ആണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഒന്നുകൂടെ പറയാം, ഫിറോഷ കോട്ട്ല നിർമ്മിച്ചത് ആരാണ്? ഫിറോഷ തുഗ്ലക് ആണ്. ഫിറോഷ കോട്ട്ല നിർമ്മിതമായ വർഷം AD 1354 ഫിറോസാബാദ് എന്ന നഗരം നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഫിറോഷ തുഗ്ലക് ആണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് തുഗ്ലക് രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാണ് കേട്ടോ. തുഗ്ലക് രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഫിറോഷ തുഗ്ലക്കിന്റെ പിൻഗാമികൾ ശക്തരോ കഴിവുള്ളവരോ ആയിരുന്നില്ല. ഫിറോഷ തുഗ്ലക്കിന് ശേഷം വന്ന പിൻഗാമികള് ശക്തരോ കഴിവുള്ളവരോ ആയിരുന്നില്ല. തുഗ്ലക് രാജവംശത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളെല്ലാം 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി സ്വതന്ത്രമാക്കപ്പെട്ടു. തുഗ്ലക് രാജവംശത്തിന്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളെല്ലാം 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി സ്വതന്ത്രമാക്കപ്പെട്ടു. തുഗ്ലക് രാജവംശത്തിന്റെ കീഴിൽ അവസാനമായി തുറന്ന പഞ്ചാബും ഡൽഹിയും മാത്രമായിരുന്നു. തുഗ്ലക് രാജവംശത്തിന്റെ കീഴിൽ അവസാനമായി തുറന്നത് ആരൊക്കെയായിരുന്നു? പഞ്ചാബും ഡൽഹി പ്രദേശങ്ങൾ മാത്രമായിരുന്നു. തുഗ്ലക് രാജാവിന്റെ തകർച്ചയുടെ ആക്കം കൂട്ടിയത് 1398 തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണമായിരുന്നു. പഠിച്ചോളണേ, തുഗ്ലക് രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് എന്തായിരുന്നു? 1398 തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണമായിരുന്നു. തുഗ്ലക് രാജവംശത്തിന്റെ കൈവശം ബാക്കിയുണ്ടായിരുന്ന പഞ്ചാബും തിമൂർ ആക്രമിക്കുകയും ധനം കൊള്ളയടിക്കുകയും തുഗ്ലക് രാജവംശത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. തുഗ്ലക് രാജവംശത്തിന്റെ കൈവശം ബാക്കിയുണ്ടായിരുന്ന പഞ്ചാബും ഡൽഹിയും തിമൂർ ആക്രമിക്കുകയും ധനം കൊള്ളയടിക്കുകയും തുഗ്ലക് രാജവംശത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. അടുത്തതാണ് സെയ്ദ് രാജവംശം. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സെയ്ദ് രാജവംശം. സെയ്ദ് രാജവംശത്തിന്റെ ഭരണകാലഘട്ടം AD 1414 മുതൽ 1451 വരെ. സെയ്ദ് രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് എത്രയാ? AD 1414 മുതൽ AD 1451 വരെ ആയിരുന്നു. തുഗ്ലക് രാജവംശത്തിന്റെ ശിഥിലീകരണത്തിന് ശേഷം സയ്യിദ് രാജവംശം അധികാരത്തിൽ വന്നു. തിമൂറിന്റെ ഇന്ത്യൻ അധിനിവേശമായിരുന്നു ഇതിന് കാരണമായി കണക്കാക്കുന്നത്. പഠിച്ചോളനെ, തുഗ്ലക് രാജവംശത്തിന്റെ ശിഥിലീകരണ ശേഷം അല്ലെങ്കിൽ തകർച്ചയ്ക്ക് ശേഷം സയ്യിദ് രാജവംശം അധികാരത്തിൽ വന്നു. തിമൂറിന്റെ ഇന്ത്യൻ അധിനിവേശമായിരുന്നു ഇതിന്റെ കാരണമായിട്ട് കണക്കാക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റായ വിജയത്തെ തുടർന്ന് തിമൂർ മുൾട്ടാനിലെ ഗവർണറായി കിസർ ഖാനെ നിയമിച്ചു. ഡൽഹി സുൽത്താനേറ്റിന്റെ വിജയത്തെ തുടർന്ന് തിമൂർ മുൾട്ടാനിലെ ഗവർണറായിട്ട് ആരെ നിയമിച്ചു? കിസർ ഖാനെ നിയമിച്ചു. തങ്ങൾ മുഹമ്മദ് നബിയുടെ പിൻഗാമികളാണ് എന്ന് സയ്യിദ് രാജവംശം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങനെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് താരിഫ് ഇ മുബാറക് ഷാഹി. പഠിച്ചോളണേ, തങ്ങൾ മുഹമ്മദ് നബിയുടെ പിൻഗാമികളാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സുൽത്താൻ രാജവംശമായിരുന്നു സയ്യിദ് രാജവംശം. ഇങ്ങനെ ഇവർ ഉറച്ച് വിശ്വസിച്ചതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് താരിഫ് ഇ മുബാറക് ഷാഹി എന്നുള്ളത്. താരിഫ് ഇ മുബാറക് ഷാഹി എഴുതിയത് യാഹ്ന സർഹിന്ദ് ആണ്. താരിഫ് ഇ മുബാറക് ഷാഹി എഴുതിയത് ആരാണ്? യാഹ്ന സർഹിന്ദ് ആണ്. സയ്യിദ് രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കിസർ ഖാൻ ആണ്. സയ്യിദ് രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കിസർ ഖാൻ ആണ്. അപ്പൊ ഇനി നമുക്ക് കിസർ ഖാനെ പറ്റി പഠിക്കാം. കിസർ ഖാന്റെ ഭരണകാലഘട്ടം 1414 മുതൽ 1421 വരെയായിരുന്നു. കിസർ ഖാന്റെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് 1414 മുതൽ 1421 വരെയായിരുന്നു. സയ്യിദ് രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കിസർ ഖാൻ. സയ്യിദ് രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കിസർ ഖാൻ ആണ്. സുൽത്താൻ പദവി സ്വീകരിക്കാൻ വിസമ്മതിച്ച കിസർ ഖാൻ ഉന്നതനായ സ്ഥാനം എന്നർത്ഥം വരുന്ന റായത്ത് ഇ അല എന്ന പദവിക്ക് മുൻഗണന നൽകി. പഠിച്ചോളനെ, സുൽത്താൻ പദവി സ്വീകരിക്കാൻ വിസമ്മതിച്ച കിസർ ഖാൻ ഉന്നതമായ സ്ഥാനം എന്നർത്ഥം വരുന്ന റായത്ത് ഇ അല എന്ന പദവിക്ക് മുൻഗണന നൽകി. കിസർ ഖാൻ പഞ്ചാബ്, ദോവാബ് എന്നീ പ്രദേശങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കിസർ ഖാൻ പഞ്ചാബ്, ദോവാബ് എന്നീ മേഖലകളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പോ തിമൂറിന്റെ ഗവർണറായിട്ട് വന്ന വ്യക്തിയാണ് കിസർ ഖാൻ. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? സയ്യിദ് രാജവംശ സ്ഥാപകനായി മാറി. ഉത്തരേന്ത്യയിലെ മറ്റു സുപ്രധാന പ്രദേശങ്ങളിൽ നിയന്ത്രണം വ്യാപിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇതുമൂലം പരിമിതപ്പെടുകയും ചെയ്തു. ഉത്തരേന്ത്യയിലെ മറ്റു പ്രധാന പ്രദേശങ്ങളിൽ നിയന്ത്രണം വ്യാപിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ആരുടെ? കിസർ ഖാന്റെ കഴിവ് ഇതുമൂലം പരിമിതപ്പെടുകയും ചെയ്തു. ഏത് മൂലം? കിസർ ഖാൻ എന്ന് പറയുന്നത് പഞ്ചാബിലെയും ദോവാബ് എന്നീ പ്രദേശങ്ങളും മാത്രം കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയൊരു ഭരണജ്ഞനായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് സയ്യിദ് രാജവംശത്തിന്റെ ഭരണത്തെ പറ്റിയിട്ടാണ്. കിസർ ഖാന്റെ മരണത്തോടുകൂടി സയ്യിദ് രാജവംശ ഭരണാധികാരായ മുബാറക് ഷായും അതിനുശേഷം മുഹമ്മദ് ഷായും സ്ഥാനമേറ്റു. കിസർ ഖാന്റെ മരണത്തോടുകൂടി സയ്യിദ് രാജവംശ ഭരണാധികാരികളായിട്ട് മുബാറക് ഷായും അതുപോലെ തന്നെ മുഹമ്മദ് ഷായും സ്ഥാനമേറ്റു. ഈ സുൽത്താൻമാരുടെ പ്രയത്നം മൂലം കതിഹാർ, ബദൌൺ, ഇറ്റാവ, പാട്യാലി, ഗോളിയാർ, കമ്പിൽ, നൗഗർ, മേവാത്ത് എന്നീ പ്രദേശങ്ങളുടെ നിയന്ത്രണം സയ്യിദ് രാജവംശത്തിന് കീഴിലായി. അപ്പോ കിസർ ഖാന്റെ മരണത്തോടുകൂടി പിന്നെ രണ്ടു പ്രധാനപ്പെട്ട
ഭരണാധികാരികൾ നമ്മുടെ സയ്യിദ് രാജവംശം ഭരിച്ചിരുന്നു. അവരാരൊക്കെയായിരുന്നു? ഒന്ന് മുബാറക് ഷായും മറ്റൊന്ന് മുഹമ്മദ് ഷായും. ഇവർ രണ്ടുപേരുടെ പ്രവർത്തനം മൂലം ഈ കദിർഹാർ, ബദൌണ്, ഇറ്റാവ, പാടലി, ഗോളിയാർ, കാമ്പിൽ, നാഗൌൽ, മേവാത്ത് എന്നീ പ്രദേശങ്ങൾ ആരുടെ കയ്യിലായി? സയ്യിദ് രാജവംശത്തിന്റെ കയ്യിലായി. എന്നാൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ആഭ്യന്തര കലാപങ്ങൾ, പ്രഭുക്കന്മാരുടെ ഗൂഢാലോചനകൾ എന്നിവ മൂലം ഈ രാജവംശത്തിന്റെ അധികാരം ദുർബലമായി തുടർന്നു. എന്നാൽ ഇത്രയൊക്കെ സ്വത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഡൽഹിയിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി. പ്രഭുക്കന്മാരുടെ ഗൂഢാലോചനകൾ മൂലം രാജവംശത്തിന്റെ അധികാരം ദുർബലമായി വന്നു. കിസർ ഖാൻ ഒരു ഭരണസംഘടന സ്ഥാപിച്ചുവെങ്കിലും ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ മറ്റ് സയ്യിദ് രാജവംശ സുൽത്താൻമാർക്ക് കഴിഞ്ഞില്ല. കിസർ ഖാൻ ഒരു ഭരണഘടന സ്ഥാപിച്ചുവെങ്കിലും ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ മറ്റ് സയ്യിദ് രാജവംശ സുൽത്താൻമാർക്ക് കഴിഞ്ഞില്ല. കിസർ ഖാൻ ഒരു ഭരണഘടന സ്ഥാപിച്ചുവെങ്കിലും ഭരണഘടനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ മറ്റ് സയ്യിദ് രാജവംശ സുൽത്താൻമാർക്ക് കഴിഞ്ഞില്ല. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. സയ്യിദ് രാജവംശ സുൽത്താൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാർഷിക ഭൂമികളിൽ നിന്നുള്ള ധനശേഖരണത്തിനായിരുന്നു. സയ്യിദ് രാജവംശ സുൽത്താൻമാർ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാർഷിക ഭൂമികളിൽ നിന്നുള്ള ധനശേഖരണത്തിനായിരുന്നു. പ്രാദേശിക ഭരണം പൂർണ്ണമായും പ്രാദേശിക പ്രഭുക്കന്മാർക്ക് വിട്ടു നൽകി. ഇത് നികുതി പിരിവിൽ അഴിമതിക്ക് കാരണമാവുകയും ചെയ്തു. പ്രാദേശിക ഭരണം പൂർണ്ണമായിട്ടും പ്രാദേശിക പ്രഭുക്കന്മാർക്ക് വിട്ടു നൽകുകയും ഇത് നികുതി പിരിവിൽ അഴിമതിക്ക് കാരണമാവുകയും ചെയ്തു. സയ്യിദ് രാജവംശ ഭരണാധികാരികൾക്ക് സൈനിക ബലം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക പ്രഭുക്കന്മാരിൽ നിന്നും കൂലിപ്പടയാളികളെ ഏറ്റെടുത്ത് സയ്യിദ് രാജവംശത്തിന്റെ ഖജനാവ് കാലിയാക്കി. സയ്യിദ് രാജവംശ ഭരണാധികാരികൾക്ക് സൈനിക ബലം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക പ്രഭുക്കന്മാരിൽ നിന്നും കൂലിപ്പടയാളികളെ ഏറ്റെടുത്തതും സയ്യിദ് രാജവംശ ഖജനാവ് കാലിയാക്കി. ഇസ്ലാമിക നിയമത്തിന്റെ സ്വാധീനമുള്ള നിയമങ്ങൾ രൂപീകരിക്കുകയും ഖാസിമാർ എന്നറിയപ്പെടുന്ന ജഡ്ജിമാരെ നിയമിക്കുകയും ചെയ്തു. ആര്? നമ്മുടെ സയ്യിദ് വംശ ഭരണാധികാരികള്. ഇമ്പോർട്ടന്റ് ആണ്. ഇസ്ലാമിക നിയമത്തിന്റെ സ്വാധീനമുള്ള നിയമങ്ങൾ രൂപീകരിക്കുകയും ഖാസിമാർ എന്നറിയപ്പെടുന്ന ജഡ്ജിമാരെ നിയമിക്കുകയും ചെയ്തു. പരമ്പരാഗത ഇസ്ലാമിക ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും ക്രമസമാധാനം നിലനിർത്താൻ ശ്രമിച്ച സയ്യിദ് രാജവംശ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ പ്രതിഷേധങ്ങളും കലാപങ്ങളും നടത്തി. പരമ്പരാഗത ഇസ്ലാമിക ആചാരങ്ങളിലൂടെയും നിയമങ്ങളിലൂടെയും ക്രമസമാധാനം നിലനിർത്താൻ ശ്രമിച്ച സയ്യിദ് രാജവംശ ഭരണാധികാരികൾക്കെതിരെ ജനങ്ങൾ പ്രതിഷേധങ്ങളും കലാപങ്ങളും നടത്തുകയും ചെയ്തു. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് സയ്യിദ് രാജവംശത്തിന്റെ പതനമാണ്. സയ്യിദ് രാജവംശത്തിന്റെ പതനം. സയ്യിദ് രാജവംശത്തിന്റെ അവസാന ഭരണാധികാരിയായ അലാവുദ്ദീൻ ആലം ഷാ ദുർബലനായ ഒരു ഭരണാധികാരിയായിരുന്നു. സയ്യിദ് രാജവംശത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ആലം ഷാ ദുർബലനായ ഭരണാധികാരിയായിരുന്നു. തുടരെ ഉണ്ടായ കലാപങ്ങളും പ്രാദേശിക പ്രഭുക്കന്മാരുമായി ഉണ്ടായ തർക്കങ്ങളും നാൾക്കുനാൾ ഭരണം ദുർബലമായി വരുന്നതിന് കാരണമായി. തുടരെ ഉണ്ടായ കലാപങ്ങളും പ്രാദേശിക പ്രഭുക്കന്മാരുമായി ഉണ്ടായ തർക്കങ്ങളും നാൾക്കുനാൾ ഭരണം ദുർബലമായി വരുന്നതിന് കാരണമായി. സിന്ധിലെയും ലാഹോറിലെയും ഗവർണറായിരുന്ന ബഹ്ലൂൻ ലോധിക്ക് നിഷ്പ്രയാസം അലാവുദ്ദീൻ ആലം ഷായെ കീഴടക്കുവാനും സിംഹാസനം പിടിച്ചെടുക്കുവാനും കഴിഞ്ഞു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. സിന്ധിലെയും ലാഹോറിലെയും ഗവർണറായിരുന്ന ബഹ്ലൂൻ ലോധിക്ക് നിഷ്പ്രയാസം അലാവുദ്ദീൻ ആലം ഷായെ കീഴടക്കുവാനും സിംഹാസനം പിടിച്ചെടുക്കുവാനും കഴിഞ്ഞു. ഈ പരിവർത്തനം സയ്യിദ് രാജവംശത്തിന്റെ അന്ത്യം കുറിക്കുകയും ലോധി രാജവംശത്തിന്റെ ഉദയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അത് ഡൽഹി സുൽത്താനേറ്റിന്റെ പുതിയൊരു യുഗത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ഈ പരിപ്രവർത്തനം സയ്യിദ് രാജവംശത്തിന്റെ അന്ത്യം കുറിക്കുകയും ലോധി രാജവംശത്തിന്റെ ഉദയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഇത് ഡൽഹി സുൽത്താനേറ്റിന് പുതിയൊരു യുഗത്തിന് കാരണമായി. അപ്പോ സയ്യിദ് രാജവംശത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി ആരാ? അലാവുദ്ദീൻ ആലം ഷാ ആയിരുന്നു. അലാവുദ്ദീൻ ആലം ഷായെ വധിച്ചുകൊണ്ട് ലോധി രാജവംശം സ്ഥാപിച്ച വ്യക്തിത്വം ആരാ? അത് സിന്ധിലെയും ലാഹോറിന്റെയും ഗവർണറായിരുന്ന ബഹ്ലൂൻ ലോധിയാണ്. അപ്പോൾ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ലോധി രാജവംശമാണ്. ഇതോടുകൂടി നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ലോധി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ലോധി രാജവംശം. ലോധി രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്നറിയപ്പെടുന്നത് AD 1453 മുതൽ AD 1526 വരെ ആയിരുന്നു. നമ്മുടെ ലോധി രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്താ സുഹൃത്തുക്കളെ? AD 1451 മുതൽ AD 1526
1726 വരെയായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം എന്നറിയപ്പെടുന്നത് ലോധി രാജവംശം. ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശം എന്നറിയപ്പെടുന്നത് ആരാ? ലോധി രാജവംശമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഏക അഫ്ഗാൻ രാജവംശം എന്നറിയപ്പെടുന്നത് ലോധി രാജവംശം. ഡൽഹി സുൽത്താനേറ്റിലെ ഏക അഫ്ഗാൻ രാജവംശം എന്നറിയപ്പെടുന്നത് ആരാ? ലോധി രാജവംശമാണ്. ലോധി രാജവംശ സ്ഥാപകൻ ബഹ്ലൂൽ ലോധിയാണ്. ലോധി രാജവംശ സ്ഥാപകൻ ആരാ? ബഹ്ലൂൽ ലോധിയാണ്. 10ാം രാജവംശം എന്നറിയപ്പെട്ടിരുന്നത് ലോധി രാജവംശം. പഠിച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്. 10ാം രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? ലോധി രാജവംശമായിരുന്നു. ബഹ്ലൂൽ ലോധി പരാജയപ്പെടുത്തിയ സയ്യിദ് ഭരണാധികാരി ആരായിരുന്നു? ആലം ഷാ രണ്ടാമനായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബഹ്ലൂൽ ലോധി പരാജയപ്പെടുത്തിയ സയ്യിദ് ഭരണാധികാരി ആരായിരുന്നു? ആലം ഷാ രണ്ടാമനെയായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു ലോധി രാജവംശം. ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു ആര്? ലോധി രാജവംശം എന്ന് പറയുന്നത്. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സയ്യിദ് രാജവംശത്തിന് വളരെ കുറഞ്ഞ സൈനിക ബലമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത് ബഹ്ലൂൽ ലോധിക്ക് ഈസി ആയിട്ട് ആരെ കൊല്ലാൻ പറ്റി? ആലം ഷായെ കൊല്ലുകയും അതോടുകൂടി സയ്യിദ് രാജവംശത്തെ അവസാനിപ്പിക്കുവാനും കഴിഞ്ഞു. അപ്പൊ ഇത് ആരെ മനസ്സിലുണ്ടായിരുന്നു? ബഹ്ലൂൽ ലോധിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് ആര് വളർന്നു? ലോധി രാജവംശം വളർന്നു. ലോധികൾ പഞ്ചാബിലും ഗംഗാ താഴ്വരയിലും ആധിപത്യം സ്ഥാപിച്ചു. ലോധികള് പഞ്ചാബിലും ഗംഗാ താഴ്വരയിലും ആധിപത്യം സ്ഥാപിച്ചു. ലോധി വംശത്തിന്റെ നാണയങ്ങൾ അക്ബറിന്റെ ഭരണകാലഘട്ടം വരെ ഉപയോഗിച്ചിരുന്നു. അത്രയും വളരെ ക്ലിയർ ആയിട്ടാണ് ലോധി രാജവംശം പോയത് കേട്ടോ. ലോധി രാജവംശത്തിന്റെ നാണയങ്ങൾ അക്ബറിന്റെ ഭരണകാലഘട്ടം വരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഗജ് ഇ സിക്കന്ദരി എന്നറിയപ്പെടുന്ന അളവുകോൽ മുഗൾ രാജവംശ കാലഘട്ടം വരെയും നിലനിന്നിരുന്നു. അപ്പോ ലോധികൾ കൊണ്ടുവന്നിരുന്ന അളവുകോൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഗജ് ഇ സിക്കന്ദരി എന്നായിരുന്നു. ഇത് മുഗൾ രാജവംശ കാലഘട്ടം വരെയും നിലനിന്നിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തുവെക്കുക. ലോധി വംശത്തിലെ പ്രഗത്ഭരായ 3 ഭരണാധികാരികളെ പറ്റി നമ്മൾ പഠിക്കണം. ഒന്ന് ബഹ്ലൂൽ ലോധി, ഒന്ന് സിക്കന്ദർ ലോധി, മറ്റൊന്ന് ഇബ്രാഹിം ലോധി. ഈ 3 പേരെ കുറിച്ച് പഠിക്കണം കേട്ടോ. ലോധി വംശത്തിലെ 3 പ്രധാന ഭരണാധികാരികളായിരുന്നു ബഹ്ലൂൽ ലോധി, സിക്കന്ദർ ലോധി, അതുപോലെ ഇബ്രാഹിം ലോധി. ആദ്യമായി നമുക്ക് നോക്കാം ബഹ്ലൂൽ ലോധിയെ പറ്റി. ആരെ പറ്റിയാ? ബഹ്ലൂൽ ലോധിയെ പറ്റി. ബഹ്ലൂൽ ലോധി AD 1451 ലോധി രാജവംശം സ്ഥാപിച്ചു. ബഹ്ലൂൽ ലോധി AD 1451 ലോധി രാജവംശം സ്ഥാപിക്കുകയും AD 1481 വരെ ഡൽഹി സുൽത്താനായി ഭരിക്കുകയും ചെയ്തു. അപ്പൊ ബഹ്ലൂൽ ലോധിയുടെ കാലഘട്ടം ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? 1451 മുതൽ 1489 വരെ ഡൽഹി അദ്ദേഹം ഭരിച്ചു. അപ്പൊ ബഹ്ലൂൽ ലോധിയുടെ ഭരണകാലഘട്ടം ചോദിച്ചാൽ 1451 മുതൽ 1489 വരെ. സൈനിക മേഖലയും പ്രഭുക്കന്മാരുമായുള്ള സഹകരണത്തിലും മുൻപന്തിയിൽ നിന്ന ഡൽഹി സുൽത്താനായിരുന്നു ബഹ്ലൂൽ ലോധി. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞേ, സൈനിക മേഖലയിലും പ്രഭുക്കന്മാരുമായുള്ള സഹകരണത്തിലും മുൻപന്തിയിൽ നിന്ന ഡൽഹി സുൽത്താനായിരുന്നു ബഹ്ലൂൽ ലോധി എന്ന് പറയുന്നത്. ബഹ്ലൂൽ ലോധിയുടെ ഭരണത്തിന്റെ സുപ്രധാന നേട്ടം ജൗൻപൂർ സാമ്രാജ്യം പിടിച്ചടക്കിയതാണ്. ബഹ്ലൂൽ ലോധിയുടെ ഭരണത്തിന്റെ സുപ്രധാന നേട്ടം എന്നറിയപ്പെടുന്നത് ജൗൻപൂർ സാമ്രാജ്യം പിടിച്ചടക്കിയതാണ്. ബഹ്ലൂൽ ലോധി ഗോളിയാർ, ജൗൻപൂർ, ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ബഹ്ലൂൽ ലോധി ഗോളിയാർ, ജൗൻപൂര്, ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ബഹ്ലൂലി നാണയങ്ങൾ പുറത്തിറക്കിയത് ബഹ്ലൂൽ ലോധിയാണ്. പഠിച്ചോളണേ, ബഹ്ലൂലി നാണയങ്ങൾ പുറത്തിറക്കിയത് ആരായിരുന്നു? ബഹ്ലൂൽ ലോധി ആയിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധിയുടെ ഭരണകാലഘട്ടം 1489 മുതൽ 1517 വരെ. സിക്കന്ദർ ലോധിയുടെ ഭരണകാലഘട്ടം 1489 മുതൽ 1517 വരെയായിരുന്നു. തലസ്ഥാന നഗരം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയ ലോധി ഭരണാധികാരി സിക്കന്ദർ ലോധി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. തലസ്ഥാന നഗരം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയ ലോധി ഭരണാധികാരി ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ആഗ്ര പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് സിക്കന്ദർ ലോധി. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആഗ്ര പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? സിക്കന്ദർ ലോധിയാണ്. സുൽത്താൻ സിക്കന്ദർ ഷാ എന്നറിയപ്പെട്ടിരുന്നത് സിക്കന്ദർ ലോധിയാണ്. സുൽത്താൻ സിക്കന്ദർ ഷാ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരായിരുന്നു? സിക്കന്ദർ ലോധിയായിരുന്നു. സിക്കന്ദർ ലോധിയുടെ യഥാർത്ഥ നാമം നിസാം ഷാ എന്നാണ്. പഠിച്ചോളണേ, പ്രീവിയസ് ആണേ. സിക്കന്ദർ ലോധിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? നിസാം ഷാ എന്നായിരുന്നു. തന്റെ രാജ്യം മുഴുവൻ റോഡുകൾ സ്ഥാപിക്കുകയും ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരി സിക്കന്ദർ ലോധി. തന്റെ രാജ്യം മുഴുവൻ റോഡുകൾ സ്ഥാപിക്കുകയും ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ഭരണാധികാരി ആരാണ്?
സിക്കന്ദർ ലോധിയായിരുന്നു. മറ്റേതിനും മുകളിലാണ് സുൽത്താൻ എന്ന് സിക്കന്ദർ ലോധി ഉറച്ചു വിശ്വസിച്ചിരുന്നാൽ സുൽത്താനെ ഔപചാരികമായി ബഹുമാനിക്കുവാൻ പ്രഭുക്കന്മാരെയും അമീറന്മാരെയും നിർബന്ധിക്കുകയും ചെയ്തു. ആരാണ്? സിക്കന്ദർ ലോധി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞു വരുന്നത്. മറ്റേതിനു മുകളിലാണ് സുൽത്താൻ എന്ന് സിക്കന്ദർ ലോധി ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ സുൽത്താനെ ഔപചാരികമായി ബഹുമാനിക്കുവാൻ പ്രഭുക്കന്മാരെയും അമീർമാരെയും നിർബന്ധിതരാക്കി. ആർക്ക്? നമ്മുടെ സിക്കന്ദർ ലോധി. ഭൂമി അളക്കുന്നതിനുള്ള സിക്കന്ദർ എന്ന അളവുകോൽ കൊണ്ടുവന്നത് സിക്കന്ദർ ലോധി. ഭൂമി അളക്കുന്നതിനുള്ള സിക്കന്ദർ എന്ന അളവുകോൽ കൊണ്ടുവന്നത് ആരാണ്? സിക്കന്ദർ ലോധി ആയിരുന്നു. ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിന് സിക്കന്ദർ ലോധി ഏർപ്പെടുന്നു. സിക്കന്ദർ ലോധി ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിന് സിക്കന്ദർ ലോധി ഏർപ്പെട്ടിരുന്നു. സിക്കന്ദർ ലോധി ആ മുസ്ലിങ്ങളോട് സഹിഷ്ണുത കാണിക്കുകയും അവരുടെ മേൽ ജിസിയ വീണ്ടും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിന് സിക്കന്ദർ ലോധി ഏർപ്പെട്ടിരുന്നു. സിക്കന്ദർ ലോധി മുസ്ലിങ്ങളോട് അസഹിഷ്ണുത കാണിക്കുകയും അവരുടെ മേൽ ജിസിയ വീണ്ടും അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഗുൽഖുറി എന്ന തൂലികാ നാമത്തിൽ കൃതികൾ എഴുതിയ ഭരണാധികാരി സിക്കന്ദർ ലോധി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഗുൽഖുറി എന്ന തൂലികാ നാമത്തിൽ കൃതികൾ എഴുതിയ ഭരണാധികാരി സിക്കന്ദർ ലോധി ആയിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഇബ്രാഹിം ലോധി. ആരാണ്? ഇബ്രാഹിം ലോധി. 1517 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ച സുൽത്താനായിരുന്നു ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയുടെ ഭരണകാലഘട്ടം 1517 മുതൽ 1526 വരെ ആയിരുന്നു. ലോധി വംശത്തിലെ അവസാനത്തെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ അവസാന സുൽത്താൻ എന്നറിയപ്പെടുന്നതാണ് ഇബ്രാഹിം ലോധിയാണ്. പ്രഭുക്കന്മാരുടെ കടന്നുകയറ്റം ഭരണമേഖലയിൽ ശക്തി പ്രാപിച്ച സമയത്താണ് ഇബ്രാഹിം ലോധി സുൽത്താൻ ആകുന്നത്. പ്രഭുക്കന്മാരുടെ കടന്നുകയറ്റം ഭരണമേഖലയിൽ ശക്തി പ്രാപിച്ച സമയത്താണ് ഇബ്രാഹിം ലോധി സുൽത്താൻ ആകുന്നത്. നിരവധി കലാപങ്ങൾ ഇബ്രാഹിം ലോധി അടിച്ചമർത്തേണ്ടതായി വന്നു. തനിക്കെതിരെ കലാപം അഴിച്ചുവിട്ട സഹോദരനായ ജലാലുദ്ദീൻ ഖാനെ ഇബ്രാഹിം ലോധി കൊലപ്പെടുത്തുകയും ചെയ്തു. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. നിരവധി കലാപങ്ങൾ ഇബ്രാഹിം ലോധിക്ക് അടിച്ചമർത്തേണ്ടി വന്നു. അതിൽ തന്നെ തനിക്കെതിരെ കലാപങ്ങൾ അഴിച്ചുവിട്ട സഹോദരനായ ജലാൽ ഖാനെ ഇബ്രാഹിം ലോധി എന്ത് ചെയ്തു? കൊലപ്പെടുത്തുകയും ചെയ്തു. 1818 മഹാറാണ സംഘയും ഇബ്രാഹിം ലോധിയും ഖട്ടോളി യുദ്ധത്തിൽ ഏർപ്പെടുകയും മഹാറാണ സംഘ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പഠിച്ചോളിനെ. 1518 മഹാറാണ സംഘയും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഖട്ടോളി യുദ്ധത്തിൽ ഏർപ്പെടുകയും മഹാറാണ സംഘ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പഞ്ചാബ് ഗവർണർ ദൗലത് ഖാൻ കാബൂളിലെ ഭരണാധികാരി ബാബറിനെ ഇന്ത്യ ആക്രമിക്കാൻ ക്ഷണിച്ചു. ബാബർ ഈ നിർദ്ദേശം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. പഞ്ചാബ് ഗവർണറായിരുന്ന ദൗലത് ഖാൻ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറിനെ ഇന്ത്യ ആക്രമിക്കാനായിട്ട് ക്ഷണിക്കുകയും ബാബർ ഈ നിർദ്ദേശം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. 1526 നടന്ന പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണത്തോടെ ലോധി രാജവംശം അവസാനിച്ചു. ബാബർ പുതിയ രാജവംശം സ്ഥാപിക്കാൻ തുടങ്ങി. ഇതിനെ മുഗൾ രാജവംശം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. 1526 നടന്ന പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ലോധി വംശം അവസാനിക്കുകയും ബാബർ പുതിയ രാജവംശം സ്ഥാപിക്കുവാനും തുടങ്ങി. ഇതിനെ മുഗൾ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോധി രാജവംശകാലത്തെ ഭരണ സംവിധാനമാണ്. ലോധി രാജവംശകാലത്തെ ഭരണ സംവിധാനം. ലോധി രാജവംശത്തിലെ മുഖ്യമന്ത്രി വസീർ എന്നറിയപ്പെട്ടിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ലോധി രാജവംശത്തിലെ മുഖ്യമന്ത്രി എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? വസീർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വസീറിന്റെ ഓഫീസ് ദിവാൻ ഇ വിസാരത്ത് എന്ന് അറിയപ്പെട്ടിരുന്നു. വസീറിന്റെ ഓഫീസ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ദിവാൻ ഇ വിസാരത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ലോധി വംശത്തിലെ അക്കൗണ്ടന്റ് മുഷറിഫ് ഇ മാമാലിക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ലോധി വംശത്തിന്റെ അക്കൗണ്ടന്റ് അറിയപ്പെട്ടിരുന്ന പേരെന്താ? മുഷറിഫ് ഇ മമാലിക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലോധി രാജവംശത്തിലെ ഓഡിറ്റർ അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു മുസ്തഫ് ഇ മാമലിക് എന്ന്. മുസ്തഫ് ഇ മാമലിക് എന്നറിയപ്പെടുന്ന എന്തായിരുന്നു? ലോധി രാജവംശത്തിന്റെ ഓഡിറ്റർ ആയിരുന്നു. ലോധി രാജവംശം ഡാബിൻ ഇ ഇൻഷയുടെ നേതൃത്വത്തിൽ രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്നു. പഠിച്ചോളനെ. ലോധി രാജവംശം ഡാബിർ ഇ ഇൻഷയുടെ നേതൃത്വത്തില് രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോധി രാജവംശത്തെ കാലത്തെ ഭരണ സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ലോധി രാജവംശത്തിന്റെ മുഖ്യമന്ത്രി അറിയപ്പെട്ട പേരെന്താ? വസീർ എന്നാണ്.
വസീറിന്റെ വസതി അറിയപ്പെട്ടിരുന്ന പേരെന്താ? ദിവാൻ ഇ വിസാരത്ത് എന്നായിരുന്നു. ലോധി രാജവംശത്തിന്റെ അക്കൗണ്ടന്റ് അറിയപ്പെട്ടിരുന്ന പേരെന്താ? മുഷറഫ് ഇ മാമലിക് എന്നായിരുന്നു. അതുപോലെ ലോധി രാജവംശത്തിന്റെ ഓഡിറ്റർ അറിയപ്പെടുന്ന പേരെന്താ? മുസ്തഫ് ഇ മാമലിക് എന്നായിരുന്നു. ഇനി ലോധി രാജവംശം ഡാബർ ഇ ഇൻഷയുടെ നേതൃത്വത്തിൽ രാജകീയ കത്തിടപാടുകൾ നടത്തിയിരുന്നു. പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ മധ്യകാല ഇന്ത്യ ചരിത്രം പാർട്ട് 2 പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് സുൽത്താൻ രാജവംശങ്ങൾ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അടിമവംശം ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ആയി കാണും സുഹൃത്തുക്കളെ. അതിനുശേഷം വരുന്ന മുഴുവൻ രാജവംശവും നമ്മളിവിടെ പറയുന്നുണ്ട്. അല്പം ഡീപ്പായിട്ട് തന്നെയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒറ്റ ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിനും വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ. അല്പം ലെങ്ത് ഉള്ള ക്ലാസ് തന്നെയാണ്. നിങ്ങൾ സമയമെടുത്ത് പഠിച്ചു തീർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്നുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസമായിരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.